بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയ നിറഞ്ഞ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് സർവശക്തനായ അല്ലാഹു തആല. അവൻ്റെ നല്ലവരായ അടിമകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് നാം അറിഞ്ഞ വാർത്തയിൽ നാം പ്രയാസപ്പെട്ട, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ദഅവ പ്രവർത്തനങ്ങൾക്കും ഇസ്ലാമികപരമായ കാര്യങ്ങൾക്കൊക്കെ വിദേശികളായ നമുക്ക് പോലും ഈ നിലക്കുള്ള അനുവാദങ്ങൾ തന്ന് ഇസ്ലാമിൻ്റെ ശിആർ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിയ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ
മരണപ്പെട്ട വാർത്ത നാം അറിഞ്ഞതാണ്. നമ്മുടെ ബാധ്യത ഇസ്ലാമികപരമായി നാം ചെയ്യാനുള്ളത് അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല അദ്ദേഹത്തെയും നമ്മയും ഒരുമിപ്പിക്കുമാറാകട്ടെ. ആരൊക്കെ മാറി മാറി ഭരണരംഗത്തേക്ക് ഈ രാജ്യത്ത് കടന്നു വരുന്നുവോ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന ഭരണങ്ങൾ കാഴ്ചവെക്കാനും ഇസ്ലാമിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനുമുള്ള കഴിവും തൻ്റെ ഇടവും എല്ലാ മുസ്ലിം ഭരണാധികാരികൾക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ ഭവനത്തോട്, പള്ളികളോട് നാം കാണിക്കേണ്ട അദബുകളുടെ കൂട്ടത്തിൽ ഏതാനും ചില കാര്യങ്ങളായിരുന്നു നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. വിശാലമാണ് ഈ വിഷയം. നാം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിലും സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ പള്ളി, ആ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് മാത്രമല്ല, ആ പള്ളിയുമായി ഏതൊക്കെ തരത്തിൽ നാം സമീപിക്കുന്നുവോ അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്തായ കൂലിയാണ് അത് ലഭിക്കുന്നത് എന്ന് അറിയുന്നവരാണ് നമ്മളൊക്കെ. പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന ഒരു മുസ്ലിമിനെ കുറിച്ച്, അവൻ ആണാകട്ടെ പെണ്ണാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു നുസ്ലൻ ഫിൽ ജന്ന. മറ്റൊരു റിപ്പോർട്ടിൽ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നത്തി നുസുല. പള്ളിയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ, ആ മുസ്ലിമായ വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന കൂലി, പോകുന്ന സമയങ്ങളിലൊക്കെ പടച്ച റബ്ബ് ആ വ്യക്തിക്ക് സ്വർഗീയ ലോകത്ത് ഒരു വിരുന്നൊരുക്കിയിരിക്കുന്നു എന്ന. ഈ ദുനിയാവിലല്ല അതിൻ്റെ കൂലി, നാളെ അള്ളാഹുവിൻ്റെ മഹനീയമായ സ്വർഗത്തിൽ ഒരു വിരുന്ന് സൽക്കാരം ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹ് തയ്യാറാക്കിയിരിക്കുന്നു. ആ നിലക്കാണ് പടച്ച റബ്ബിൻ്റെ ഒരു സൽക്കാരത്തിലേക്ക് പോകുന്ന നിലക്ക്. ഈ ലോകത്തൊരാളുമല്ല, എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കുന്നുവെങ്കിൽ അത് നേടിയെടുക്കുന്ന ആ നിയത്തോടു കൂടിയാണ് സഹോദരന്മാരെ നാം പള്ളിയിലേക്ക് പോകുന്നത്. ആ പള്ളിയിലേക്ക് പോകുന്ന നടത്തത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ പോകുമ്പോൾ ചെയ്യേണ്ട പ്രാർത്ഥനകളെ കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സാധാരണ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാം പ്രാർത്ഥിക്കാറുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത്. ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാ കഴിവും ശേഷിയും അള്ളാഹനെ കൊണ്ടല്ലാതെ ഇല്ല, എല്ലാം റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്കോ കടയിലേക്കോ മറ്റെവിടേക്കെങ്കിലും, എവിടെയാണോ നമ്മുടെ വീടിൻ്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നത്, ഒരാളെയും ഭരമേൽപ്പിച്ചിട്ടല്ല നാമും നമ്മുടെ കുടുംബവും പുറത്തിറങ്ങുന്നത്. ബിസ്മി ചൊല്ലിക്കൊണ്ട്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, മുഴുവൻ റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നാം വീട് വിട്ട് പുറത്തിറങ്ങുകയാണ്. മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ.
മറ്റൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇത് പ്രാർത്ഥിക്കാതെ പുറത്തിറങ്ങാറില്ലായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് ഞാൻ ആരെയെങ്കിലും തെറ്റിക്കുന്നതിൽ നിന്ന്, ഞാൻ ആരെയെങ്കിലും പിഴപ്പിക്കുന്നതിൽ നിന്ന്, എന്നെ ആരെങ്കിലും പിഴപ്പിക്കുന്നതിൽ നിന്ന്, ഔ അസില്ല ഔ ഉസല്ല, ഞാൻ തെറ്റിക്കുന്നതോ ഞാൻ തെറ്റിക്കപ്പെടുന്നതോ എന്നതിൽ നിന്നും, ഔ അളിമ ഔ ഉളമ, ഞാൻ ആക്രമിക്കുന്നതും ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്നും, ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഞാൻ അവിവേകം കാണിക്കുന്നത്, എന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് അവിവേകം കാണിക്കുന്നത്, എല്ലാ അർത്ഥത്തിലും എല്ലാത്തിൽ നിന്നും പടച്ച റബ്ബിനോട് രക്ഷ തേടുന്നു. പ്രിയപ്പെട്ടവരെ, അറിയാത്തവർ പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. നിരന്തരം എത്രയോ ദൂരങ്ങളിലേക്ക് യാത്ര പോകുന്നവരാണ് നമ്മളൊക്കെ. ഈ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മുസ്ലിമീങ്ങളായ നമ്മളാണ് ഈ പ്രാർത്ഥനകൾ ചൊല്ലേണ്ടത്. രണ്ടും, ഒന്ന് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മറ്റൊന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഈ പ്രാർത്ഥന വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ടതാണ്. ഇതോടൊപ്പം അള്ളാഹുവിന്റെ പള്ളിയിലേക്കാണ് നാം പോകുന്നതെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു പ്രാർത്ഥന കൂടി പഠിപ്പിക്കുന്നു. അതെന്താ? ഓരോ മുസൽമാനും ആണും പെണ്ണുമൊക്കെ പള്ളിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെടുമ്പോൾ അവൻ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഈ രണ്ട് പ്രാർത്ഥനകൾ ചെയ്യുന്നതോടൊപ്പം, ഈ രണ്ട് ദുആകൾ ചെയ്യുന്നതോടൊപ്പം അതിന്റെ കൂടെ അവൻ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വജ്അൽ ഫീ സമഈ നൂറ വജ്അൽ ഫീ ബസരി നൂറ വജ്അൽ മിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ അല്ലാഹുമ്മ അഅ്തിനി നൂറ. അവൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹുവേ എൻ്റെ ഖൽബിൽ നീ പ്രകാശം ചൊരിയണേ എന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, എൻ്റെ ഖൽബിൽ നീ പ്രകാശം ചൊരിയണേ, വഫീ ലിസാനി നൂറ, എൻ്റെ നാവിൽ നീ പ്രകാശം ചൊരിയണം, വജ്അൽ ഫീ സമഈ നൂറ വജ്അൽ ഫീ ബസരി നൂറ, എൻ്റെ കാതിലും അതേപോലെ തന്നെ എൻ്റെ കണ്ണിലും എൻ്റെ കാതിലും ഒക്കെ നീ പ്രകാശം ചൊരിയണം, വജ്അൽ മിൻ ഖൽഫി നൂറ വമിൻ അമാമി നൂറ, എൻ്റെ പിന്നിൽ നിന്ന് അതേപോലെ എൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് നീ പ്രകാശം ചൊരിയണേ, വജ്അൽ മിൻ ഫൗഖി നൂറ, അല്ലാഹുവേ എൻ്റെ മുകളിൽ നിന്ന്, മുകൾ ഭാഗത്ത് നിന്ന് എനിക്ക് നീ പ്രകാശം ചൊരിയണേ. അവസാനം അവൻ മൊത്തത്തിൽ പ്രാർത്ഥിക്കുന്നു. അതല്ലെങ്കിൽ ഒരു മുസ്ലിം പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ അഅ്തിനി നൂറ, അല്ലാഹുവേ നീ എനിക്ക് നിന്റെ പ്രകാശം ചൊരിയണേ എന്ന്. മസ്ജിദുകൾ, പള്ളികൾ അല്ലാഹുവിന്റെ പ്രകാശം ചൊരിയുന്ന കേന്ദ്രങ്ങളാണ്. പടച്ച റബ്ബിന്റെ തൗഹീദിന്റെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ ശബ്ദം, ശിർക്കിനെതിരെയുള്ള ശബ്ദം, ആ ഒരു മസ്ജിദ്, ആ പള്ളി തൗഹീദിന്റെ പ്രകാശം ചൊരിയപ്പെടുന്ന കേന്ദ്രമാണെങ്കിൽ ഒരു മുസ്ലിമത ആ പള്ളിയിലേക്ക് പോകുമ്പോ, അവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ചെയ്യുന്ന ദുആയോടൊപ്പം അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ എൻ്റെ ഖൽബിൽ നീ പ്രകാശം ചൊരിയണേ എന്ന്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വജ്അൽ ഫീ സമഈ നൂറ വജ്അൽ ഫീ ബസരി നൂറ വജ്അൽ മിൻ ഖൽഫി നൂറ വമിൻ അമാമി നൂറ വജ്അൽ മിൻ ഫൗഖി നൂറ അല്ലാഹുമ്മ അഅ്തിനി നൂറ വമിൻ തഹ്തി നൂറ അല്ലാഹുമ്മ അഅ്തിനി നൂറ. എല്ലാ ഭാഗത്തുകൂടെയും നിന്റെ പ്രകാശം എനിക്ക് നൽകണേ എന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം വീട്ടിൽ നിന്ന് പള്ളിയെ ലക്ഷ്യമാക്കി കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട പ്രാർത്ഥന. അൽക്കോബാറിലെ എൻ്റെ സഹോദരങ്ങളോട്, KNM റൂമിലൂടെ ഇത് കേൾക്കുന്ന, റേഡിയോയിലൂടെ കേൾക്കുന്ന എൻ്റെ ആദർശ സഹോദരങ്ങളോട്, സ്നേഹിതന്മാരോട് ഒരു വസിയത്ത് എന്ന നിലക്കാ സൂചിപ്പിക്കുന്നത്, പ്രാർത്ഥനകൾ ചൊല്ലേണ്ടവർ തന്നെ പ്രാർത്ഥനകളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഷിർക്കിന്റെ പ്രാർത്ഥനകൾ,
അതേപോലെ തന്നെ ഭൂരിഭാഗം വൈഫായ ഹദീസുകളും അതേപോലെ തന്നെ റസൂലുള്ളാഹിയുടെ പേരിൽ കെട്ടി ഉണ്ടാക്കപ്പെട്ട മൗലൂഉകളും കള്ളക്കഥകളും പ്രാർത്ഥനയുടെ ഭാഗങ്ങളിലാണ്, ദിക്റുകളുടെ ഭാഗങ്ങളിലാണ് കൂടുതലും വരുന്നത്. ഒരു ഭാഗം അതിന്റെ പിന്നാലെയാണ് പോകുന്നത്. അവർക്കെതിരെ സന്ധിയില്ലാത്ത സമരം നമ്മൾ പ്രഖ്യാപിക്കുന്നു. ആ രീതിയിൽ അള്ളാഹുവോടല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല, റബ്ബിനോട് ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന നമ്മൾ, പ്രിയപ്പെട്ടവരെ, എൻ്റെ റബ്ബിനോട് ചെയ്യേണ്ട പ്രാർത്ഥനകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, അത് പള്ളിയിലേക്ക് പോകുമ്പോൾ, അതുപോലെ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലും രംഗങ്ങളിലും പ്രദേശങ്ങളിലും സമയങ്ങളിലും നാം ചെയ്യേണ്ട പ്രാർത്ഥനകൾ അത് നാം ചൊല്ലാറുണ്ടോ എന്ന് നമ്മളാണ് ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത്. ഈ പ്രാർത്ഥന നിങ്ങളെ കേൾപ്പിച്ചു, ഇതിന്റെ അർത്ഥം നിങ്ങളെ കേൾപ്പിച്ചു. ഒരു 2 മിനിറ്റില്ല ഈ പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലതും നമ്മൾ പഠിക്കുന്നില്ലേ? ഈ പ്രാർത്ഥന പഠിക്കുക. പഠിക്കുന്നത് വരെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാം കാണുന്ന നിലക്ക്, നമ്മുടെ മക്കൾ കാണുന്ന നിലക്ക് എവിടെയാണോ ഈ പ്രാർത്ഥനകൾ എഴുതി വെച്ചാൽ നാം കാണുന്നത്, അവിടെ എഴുതി വെച്ച് ഇത് നോക്കിക്കൊണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങളിലായി നാം പ്രാർത്ഥിക്കുക. പിന്നീട് അള്ളാഹുവോട് ഈ നിലക്ക് മനഃപ്പാഠമാക്കാനുള്ള കഴിവിന് വേണ്ടിയും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്കത് മനഃപ്പാഠമാക്കാൻ പ്രയാസമായി കാണില്ല. നമ്മളത് പഠിക്കണം. റബ്ബ് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതാണ് പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള ഒരു പ്രാർത്ഥന. ഇതേപോലെ തന്നെ ആ പള്ളിയിൽ പോകുമ്പോൾ അതിലേക്ക് നടന്നു പോകുന്നതിന്റെ പ്രത്യേകതകളെ കുറിച്ചും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. എവിടെയാണ് സൗകര്യമുള്ളതെങ്കിലും പരമാവധി നടന്നു പോകലാണ് പള്ളിയിലേക്ക് നമ്മൾക്ക് ഖൈർ. വാഹനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നടന്നു പോക്കിലാണ് ഖൈർ. വാഹനത്തിൽ പള്ളിയിലേക്ക് പോകുന്നത് തെറ്റാണ് എന്നതല്ല സൂചിപ്പിക്കുന്നത്. ഓരോ കാലടികളിലും നമുക്കതിന്റെ കൂലിയുണ്ട്. ഒരു മനുഷ്യന്റെ നിയ്യത്തിനനുസരിച്ച് അവനെപ്പോഴും കൂലി കിട്ടും, ഏത് നിലക്ക് പോയാലും. എന്നാലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം നടന്നു പോകുന്നതിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നു. അഥവാ ഒരു നമസ്കാരത്തിന്റെ പൂർണ്ണത, അതിന്റെ ആരംഭം തന്നെ, അഥവാ ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് 27 ഇരട്ടി കൂലി കിട്ടുന്നുവെങ്കിൽ അതിന്റെ ആരംഭം ആ നമസ്കാരം മുതലല്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് വുളൂ ചെയ്യുന്നത് മുതലാണ് ആ കൂലി ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി പറയുന്നു, മൻ തത്വഹറ ഫീ ബൈതിഹി ثم مضى إلى بيت من بيوت الله ليقضي فريضة من فرائض الله كانت خطواته إحداها تحط خطية والأخرى ترفع درجة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, മൻ തത്വഹറ ഫീ ബൈതി, ഒരാൾ വീട്ടിൽ വെച്ച് വുളൂ ചെയ്യുകയാണ്. ثم مضى إلى بيت من بيوت الله, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് അവൻ പോകുന്നു. ഫർളായ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി. അവന്റെ ഓരോ കാലടികളും അവനതിന് കൂലിയുണ്ട്. അതേപോലെ തന്നെ ഓരോ കാലടികൾ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. മറുകാലടികൾ വെക്കുമ്പോൾ അവന്റെ പദവികൾ ഉയർത്തപ്പെടുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ തവല്ലഅ, ആരെങ്കിലും വീട്ടിൽ വെച്ച് വുളൂ ചെയ്യുകയാണ്, ഫഅഹ്സനൽ വുളൂഅ, അവൻ ആ വുളൂഇനെ നന്നാക്കുന്നു. അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം സഹോദരന്മാരെ, സഹോദരികളെ, വുളൂ ചെയ്തു കൊണ്ടുപോകുന്നു എന്നല്ല. മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ, ആരെങ്കിലും വുളൂ ചെയ്യുമ്പോൾ ആ വുളൂഇനെ അവൻ നന്നാക്കുകയാണ്. ثم خرج عامدا الى الصلاه فانه في صلاه ما كان يعمد الى صلاه. അങ്ങനെ അവൻ പള്ളിയെ നമസ്കാരത്തെ ഉദ്ദേശിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ അവൻ ആ നമസ്കാരത്തിൽ തന്നെയായിരിക്കും. എന്നിട്ടോ വഇന്നഹു യുക്തബു ലഹു ബിഇഹ്ദാ ഖുത്വതിഹി ഹസന, അവന്റെ ഒരു കാലടിക്ക് അവന് നന്മ വർദ്ധിക്കുകയാണ്. വയുംഹാ അൻഹു ബിൽ ഉഖ്റ സയ്യിഅ, മറുകാലടിക്ക് അവൻ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കപ്പെടുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഫഇദാ സമിഅ അഹദുകുമുൽ ഇഖാമ ഫലാ യസ്അ, ആരെങ്കിലും ഇഖാമത്ത് കേട്ടിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നതെങ്കിലും അവൻ ധൃതിയായി കൊണ്ടുപോകരുത്. ഇൻഷാ അല്ലാഹ് ഞാനത് വിശദീകരിക്കുന്നുണ്ട്. ആദ്യ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ.
വീട്ടിൽ വെച്ച് വുളൂ ചെയ്തിട്ട് ആരെങ്കിലും പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ അവന്റെ ഓരോ കാലടിക്കും അള്ളാഹു ഓരോ പദവികൾ ഉയർത്തിക്കൊടുക്കുകയാണ്, നന്മ വർദ്ധിക്കുകയാണ്. മറുകാലടിക്കോ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുകയാണ്. ഇതാർക്കാ ലഭിക്കുന്നത്? വീട്ടിൽ വെച്ച് വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്ന വ്യക്തിക്ക്. അതുകൊണ്ട് പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ആളുകൾ, ജോലിസ്ഥലത്ത് വെച്ചാണ് ബാങ്ക് കേൾക്കുന്നതെങ്കിൽ അവിടെ വുളൂ ചെയ്യാൻ സൗകര്യമുണ്ടെങ്കിൽ അവിടെ വെച്ച് വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. റൂമിൽ വെച്ചാണെങ്കിൽ, വീട്ടിൽ വെച്ചാണെങ്കിൽ, എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ച് വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇതിന് കഴിയാത്ത വ്യക്തി ഏത് സംവിധാനമാണോ പള്ളിയിൽ വെച്ചാണോ അവിടെ വെച്ച് വുളൂ ചെയ്യുക. ഒന്നും തെറ്റാണെന്നല്ല സൂചിപ്പിക്കുന്നത്, മറിച്ചോ ഓരോന്നിന്റെയും ഫളില്, ശ്രേഷ്ഠത, ദർജയിൽ ലഭിക്കുന്ന വ്യത്യാസങ്ങൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ആ ഒരു വിരുന്ന് സൽക്കാരത്തിന് പോകുന്ന മനുഷ്യൻ ഈ നിലക്കുള്ള പദവികളും കൂലികളും അതേപോലെ തന്നെ പാപങ്ങളൊക്കെ കഴുകപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. പടച്ച റബ്ബിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമായ ആണിനും പെണ്ണിനും ലഭിക്കുന്ന കൂലിയാണിത്. അതേപോലെ ഏത് സമയത്തും ഇരുട്ടിലും ഏത് പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിലും പള്ളിയിലേക്ക് നടന്നു പോകുന്ന വ്യക്തികൾ ബശ്ശിരിൽ മശ്ശാഈന ഫിൽ ളുലമി ഇലൽ മസാജിദ് ബിന്നൂരി താമി യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഈ പ്രയാസപ്പെട്ടുകൊണ്ട് ഇരുട്ടിലൊക്കെ പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യർക്കുള്ള സന്തോഷ വാർത്തയാണ് എന്തെന്നറിയോ? നാളെ ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിന്റെ പൂർണ്ണമായ പ്രകാശമാണ് അവർക്കുള്ളത്. സൂറത്ത് പറയുന്നു, അലാ ഉഖ്ബിറുകും ബിമാ യംഹുല്ലാഹു ബിഹിൽ ഖത്വായ വയർഫഉ ബിഹിദ് ദറജാത്ത്. അല്ലയോ മുസ്ലിമീങ്ങളെ, ഒരു കാര്യം പഠിപ്പിക്കട്ടെയോ നിങ്ങൾക്കൊരു കാര്യം അറിയിക്കട്ടെയോ? എന്താണ് ആ കാര്യം? അലാ ഉഖ്ബിറുകും ബിമാ യംഹുല്ലാഹു ബിഹിൽ ഖത്വായ. നിങ്ങൾ ചെയ്ത ചെറിയ തെറ്റുകളൊക്കെ, വൻപാപങ്ങളിൽ നിന്നും വൻ കുറ്റങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ, തൗബയിലൂടെ തൗബ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ ചെയ്ത ചെറിയ തെറ്റുകളൊക്കെ പടച്ച റബ്ബ് നിങ്ങൾക്ക് മായ്ച്ചു തരും. വയർഫഉ ബിഹിദ് ദറജാത്ത്. നിങ്ങളുടെ പദവികൾ അല്ലാഹു ഉയർത്തും. എന്താണതെന്ന് ചോദിച്ചപ്പോ സഹാബത്തിനോട് പറയുന്നു, ഇസ്ബാഉൽ വുളൂഇ ഇൻദൽ മകാരി. പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന വുളൂ, തണുപ്പിലും മറ്റു പ്രയാസങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന വുളൂ കൊണ്ട് നിങ്ങൾക്ക് ഈ നിലക്കുള്ള പദവികൾ ലഭിക്കും. വകസ്റത്തുൽ ഖുത്വാ ഇലൽ മസാജിദ്. പള്ളിയിലേക്ക് ധാരാളമായിട്ട് നിങ്ങൾ കാലടികൾ വെക്കുന്നു. പള്ളിയിൽ നിന്ന് ഒരല്പം അകലെയാണ് വീട്, അതിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. പള്ളിയിലേക്ക് നിങ്ങൾ എത്ര കാലടികൾ അധികം വെക്കുന്നുവോ ഓരോ കാലടിക്കും നിങ്ങൾക്ക് നന്മ വർദ്ധിക്കുകയാണ്. ഓരോ കാലടിക്കും നിങ്ങളുടെ തെറ്റുകൾ പൊറുക്കപ്പെടുകയാണ്. ഒരു നമസ്കാരത്തിന്റെ ശേഷം അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതും ഈ നിലക്കുള്ള കൂലിയാണ്. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും പ്രഥമമായ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു കർമ്മമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെയും പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, എത്രത്തോളം പദവികളും എത്രത്തോളം ശ്രേഷ്ഠതകളുമാണ് ഈ നിലക്ക് അള്ളാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നത് എന്ന് നാം അറിയേണ്ടതുണ്ട്. ബനൂ സലമ ഗോത്രക്കാര് പള്ളിയിൽ നിന്ന് ഒരൽപ്പം അകലെയായിരുന്നു താമസിക്കുന്നത്. അവര് തീരുമാനിച്ചു വളരെ പെട്ടെന്ന് പള്ളിയിലേക്ക് എത്താൻ വേണ്ടി പള്ളിയുടെ, മദീനത്തെ പള്ളിയുടെ സമീപത്ത് വീട് വെക്കാൻ. റസൂലുള്ളാഹി ഈ വാർത്ത അറിഞ്ഞു. അവരെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ബനൂ സലമ ബലഗനി അന്നകും തുരീദൂന അൻ തന്തഖിലു ഖുർബൽ മസ്ജിദ്. ഖാലു നഅം യാ റസൂലല്ലാഹ് ഖദ് അർദിനാ ദാലിക്. ബനൂ സലമയോട് ചോദിക്കുകയാണ്, നിങ്ങളെക്കുറിച്ച് എനിക്ക് വാർത്ത കിട്ടിയല്ലോ, നിങ്ങൾ പള്ളിയുടെ സമീപത്ത് വീട് വെക്കാൻ ഒരുങ്ങുകയാണ്. പള്ളിയിലേക്ക് പെട്ടെന്നെത്താൻ പള്ളിയുടെ സമീപത്തേക്ക് നിങ്ങൾ വീട് വെക്കുന്നു എന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് സത്യമാണോ, ശരിയാണോ എന്ന് ചോദിച്ചപ്പോ, അതേ റസൂലേ, ഞങ്ങൾ പള്ളിയുടെ സമീപത്തേക്ക് താമസം മാറാൻ ഒരുങ്ങുകയാണ്. ഇതറിഞ്ഞപ്പോ സൂറത്ത് പറയാണ്, ഫഖാല ബനീ സലമ ദിയാറകും തുക്തബ് ആഥാറുകും, ദിയാറകും തുക്തബ് ആഥാറുകും. ബനൂ സലമ മാറേണ്ടതില്ല,
നിങ്ങളെ എവിടെയാണോ ഇപ്പൊ നിങ്ങളുടെ വീടുള്ളത് അവിടെ തന്നെ മതി ബനു സലമ. ഈ പള്ളിയിലേക്ക് നിങ്ങൾ എത്ര കാലടികൾ വെക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് പദവികൾ എഴുതപ്പെടുകയാണ്, നന്മകൾ രേഖപ്പെടുത്തുകയാണ് എന്ന് അവരോട് പറയുന്നു. പള്ളിയിലേക്ക് പോകുമ്പോ മാത്രമല്ല, ഒരു മുസ്ലിം പള്ളിയിലേക്ക് പോയി തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്തുന്നത് വരെ അവൻ ആ കൂലികൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പദവിയാണ്, എത്ര നന്മകളായിരിക്കും ഓരോ മുസ്ലിമും പടച്ചറപ്പിന്റെ പള്ളിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ആ നിലക്ക് അവൻ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരാളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ധാരാളമായിട്ട് ദൂരതയിൽ നിന്ന് നടന്നു വരുന്ന ഒരു വ്യക്തി, അല്ലേ? ആ നിലക്ക് പ്രതിഫലം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന്റേതായ പദവിയെക്കുറിച്ച് വിശദീകരിച്ചു തരികയാണ്. ഈ നിലക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അറിയേണ്ടതുണ്ട്, എല്ലാ നിലക്കും അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ആ നടന്നു പോകുന്നതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പരമാവധി നാം വീട്ടിൽ വെച്ച് വുളൂ ചെയ്തുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് ആദ്യമായി എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പ്രാർത്ഥന നാം മറക്കാതിരിക്കുക. ആ പള്ളിയിലേക്കുള്ള നടത്തത്തിന്റെ ആ ഒരു കൂലി മറക്കാതിരിക്കുക. ആ നീയത്തോടുകൂടി വേണം നമ്മൾക്ക് അള്ളാന്റെ പള്ളിയിലേക്ക് പോകാൻ. ഒരു കാലടി വെക്കുമ്പോ എനിക്ക് നന്മ കിട്ടണം, മറു കാലടി വെക്കുമ്പോ എന്റെ പാപങ്ങൾ എനിക്ക് പൊറുക്കപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞു, ഒരു വിരുന്നിന് വേണ്ടിയാ പോകുന്നത്, പടച്ചറപ്പിനോട് രഹസ്യ സംഭാഷണം, ഒരു മുനാജാത്തിന് വേണ്ടിയാ പള്ളിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നടത്തത്തിൽ പോകണം. നേരത്തെ കേൾപ്പിച്ച ഹദീസിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടല്ലോ, ഇഖാമത്ത് കേട്ടിട്ടാണ് പോകുന്നതെങ്കിലും ധൃതി കാണിക്കരുതേ. ഒരുപാട് ഹദീസുകളും ആ വിഷയത്തിൽ വരികയാണ്. അനബി ഹുറൈറ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ സമഅതുമുൽ ഇഖാമ ഫംശൂ ഇലസ്സലാ വഅലൈക്കും ബിസ്സകീനത്തി വൽവഖാർ വലാ തുസ്രിഉ ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫാതിമു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ സമഅതുമുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേട്ടിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്, പള്ളിയിൽ ഇഖാമത്ത് കേൾക്കുകയാണ്, ആ സമയത്താണ് നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതെങ്കിലും ഫംശൂ ഇലസ്സലാത്ത്, നിസ്കാരത്തിലേക്ക് നിങ്ങൾ നടന്നു പോകണം. നടന്നിട്ട് വേണം പോകാൻ, ഓടിച്ചാടി കിതച്ചല്ല പോകേണ്ടത്. ഫംശൂ, നിങ്ങൾ നടന്നിട്ട് പോകണേ, ഇലസ്വലാത്തി, നമസ്കാരത്തിൽ. എപ്പോ? പള്ളിയിൽ ഇഖാമത്ത് കേട്ട്, പള്ളിയിൽ ഇഖാമത്ത് തുടങ്ങി നിസ്കാരം ആരംഭിക്കുന്ന ഘട്ടത്തിലും ധൃതി കൂട്ടിയിട്ട് പള്ളിയിലേക്ക് പോകരുത്. പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു പോകണം. വഅലൈക്കും ബിസ്സകീന, ശാന്തത വേണം നിങ്ങൾക്ക്. എവിടേക്കെങ്കിലുമല്ല പോകുന്നത്, പടച്ചറപ്പിന്റെ മുമ്പിലേക്കാ പോകുന്നത്. വൽവഖാർ, ഗാംഭീര്യം വേണം. വലാ തുസ്രിഉ, നിങ്ങൾ ധൃതി കാണിക്കരുതേ, ഓടിപ്പോകരുതേ, ഓടിച്ചാടി കിതച്ചുകൊണ്ട് ആ പ്രയാസങ്ങൾ ഉണ്ടാക്കി പോകരുതേ. വഅലൈക്കും ബിസ്സകീനത്തി വൽവഖാർ, ശാന്തതയും ഗാംഭീര്യവും. വലാ തുസ്രിഉ, ധൃതി കാണിച്ചുകൊണ്ടുമല്ല പോകേണ്ടത്. ഫസല്ലു, ഇമാമിന്റെ കൂടെ കിട്ടിയത് നിങ്ങൾ നമസ്കരിച്ചോ. വമാ ഫാതകും ഫാതിമു, കിട്ടാതെ നഷ്ടപ്പെട്ടതോ ഇമാം സലാം വീട്ടിയതിനു ശേഷം നിങ്ങൾ പൂർത്തീകരിച്ചാൽ മതി. എല്ലാം റക്അത്ത് കിട്ടാൻ വേണ്ടി ഓടിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ഒരു സ്വഭാവമുണ്ട്. ബാങ്ക് കേൾക്കുന്ന മനുഷ്യൻ, അവനറിയാം ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം അവനറിയാം, എന്നാലും പോകില്ല. ഇഖാമത്തിന്റെ സമയത്തെ പോകൂ. എങ്ങനെയാ പോകുന്നത്? ആകെ ഓടി പ്രയാസപ്പെട്ട് കിതച്ചുകൊണ്ട് സഫിലേക്ക് എത്തുന്ന മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അരുതാത്തതാണ്, അത് പാടില്ലാത്തതാണ്. നടന്നിട്ട് തന്നെ വേണം പള്ളിയിലേക്ക് പോകാൻ. ഞാൻ സഫിലേക്ക് എത്തിയാൽ എന്റെ കിതപ്പ് കൊണ്ട് പ്രാരംഭ പ്രാർത്ഥന ചെല്ലാൻ കഴിയുന്നില്ല, മര്യാദയ്ക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ല. ആ ഒരവസ്ഥ നമ്മൾക്കുണ്ടാക്കരുത്. അതേപോലെ പള്ളിയുടെ ഉള്ളിൽ കൂടി പോലും ഓടിച്ചാടി സഫിലേക്ക് പോയി മറ്റുള്ള നമസ്കാരക്കാരെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനമാ നഹ്നു നുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ ഫസമിയ ജലബതം
فقال ما شأنكم قالوا استعجلنا إلى الصلاة قال لا تفعلوا. നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ ഒരു പ്രത്യേക ശബ്ദങ്ങൾ കേട്ടു. ആരൊക്കെ ഓടി വരുന്നത് കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആരാണ് ഈ രീതിയിലൊക്കെ ശബ്ദമുണ്ടാക്കിയത്? കുറച്ച് ആളുകൾ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളാണത്, നിസ്കാരത്തിലേക്ക് ഞങ്ങൾ ധൃതി കാണിച്ചതാണത്. ഖാല, അവിടുന്ന് പറഞ്ഞു, ലാ തഫ്അലൂ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇദാ അതൈതുമുസ് സ്വലാത്ത ഫഅലൈകും ബിസ്സകീനതി ഫമാ അദ്റക്തും ഫസല്ലു വമാ സബഖകും ഫാത്തിമു. നിങ്ങൾ ഇഖാമത്ത് കേട്ടിട്ടാണ് വരുന്നതെങ്കിലും നിസ്കാരത്തിലേക്ക് വരുമ്പോ ഫഅലൈകും ബിസ്സകീന, സമാധാനത്തിൽ ശാന്തതയിൽ വരണം. എന്നിട്ട് ഫമാ അദ്റക്തും ഫസല്ലു, കിട്ടിയത് നിങ്ങൾ നമസ്കരിച്ചോ. വമാ സബഖകും ഫാത്തിമു, നിങ്ങൾ എത്തുന്നതിന് മുമ്പ് ഇമാം എത്ര റക്അത്ത് കഴിഞ്ഞു പോയോ, ഇമാമിന്റെ നമസ്കാര ശേഷം അത് നിങ്ങൾ പൂർത്തീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു കൽപ്പനയാണിത്, നാം അത് ലംഘിക്കാൻ പാടില്ല. ഇന്നിന്റെ ആളുകളിൽ ഭൂരിഭാഗത്തിനും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണിത്, ഓടിച്ചാടി പള്ളിയിലേക്ക് പോകുക. അങ്ങനെയല്ല, വിയർപ്പൊഴുക്കി ആ നിലക്ക് കിതച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുക. നാം മാറി നിൽക്കണം. നമ്മൾക്കൊരു തീരുമാനം വേണം. പടച്ചറബിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എനിക്കറിയാം എപ്പോഴാണ് ഇഖാമത്തെങ്കിൽ, നമ്മൾക്കറിയാലോ, അതിന് സമയം കണക്കാക്കിയിട്ട് ആ ബാങ്ക് കേട്ട് ആ നിലക്ക് തന്നെ പള്ളിയിലേക്ക് എത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോ കാലടിക്കും അതിന്റെ കൂലിയാണെന്നും അതേപോലെ തന്നെ ഓരോ സമയത്തും അതിൻ്റെതായ പ്രത്യേകതയുണ്ടെന്നും ഓരോ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറെ ശ്രേഷ്ഠതയുള്ള സമയമാണെന്നും മനസ്സിലാക്കിയിട്ട് ആ നിലയ്ക്ക് വേണം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകാൻ. അപ്പോ ആ കാര്യം കൂടി നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ പള്ളിയിലേക്ക് പോകുമ്പോ, നമസ്കാരത്തിലേക്ക് പോകുമ്പോ അലങ്കാരം വേണമെന്ന് ഖുർആന്റെ വചനങ്ങളിൽ കാണാം. യാ ബനി ആദം, മനുഷ്യ സമൂഹമേ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ നമസ്കാര വേളയിലും നിങ്ങൾ അലങ്കാരമണിയണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പരിശുദ്ധ കഅബാലയത്തെ മുശ്രിക്കീങ്ങൾ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യുമ്പോ അവർക്കെതിരെ ഇറക്കപ്പെട്ട ആയത്താണിത്. അഥവാ അലങ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്ത്രമണിഞ്ഞുകൊണ്ട് വേണം ഈ ആരാധനാകർമ്മങ്ങൾ ചെയ്യാൻ. വസ്ത്രമണിഞ്ഞുകൊണ്ട് വേണം ഈ ആരാധനാകർമ്മങ്ങളിലേക്ക് എത്താൻ. അതോടൊപ്പം തന്നെ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ഒക്കെ മുൻകാല പണ്ഡിതന്മാരും ആ വസ്ത്രമാണ് ഇവിടെ സീനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസ്ത്രമാണെങ്കിലും അതിനെക്കൊണ്ട് മറ്റു ചില വിശദീകരണങ്ങൾ കൂടി നൽകുന്നു. നമസ്കാര സമയങ്ങളിൽ വൃത്തിയുള്ള, വെടുപ്പുള്ള, ഭംഗിയുള്ള വസ്ത്രങ്ങളുമായിട്ട് വേണം നമസ്കരിക്കാൻ. അത് വേണം. എവിടെയും പോകുമ്പോ ധരിക്കാൻ കഴിയാത്ത വസ്ത്രവുമായി പള്ളിയിലേക്ക് വരുന്ന ആളുകളുണ്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി പള്ളിയിലേക്ക് വരുന്ന ആളുകളുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ പോകുമ്പോ കാണാം, അല്ലേ, ഒരു നമ്മുടെയൊക്കെ വസ്ത്രത്തിനുള്ളിൽ ധരിക്കുന്ന ബനിയനൊക്കെ ധരിച്ച് ഒരുപാട് കീറുകളുള്ള അതല്ലെങ്കിൽ മുഷിഞ്ഞ വേഷങ്ങളുമായി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കുന്ന ആളുകൾ. പണക്കാര, സമ്പന്നര, പക്ഷെ എന്തേ അള്ളാന്റെ പള്ളിയിലേക്ക് പോകുമ്പോ ആ നിലയ്ക്ക് അതിൻ്റെതായ ഒരു ഗൗരവം കാണിക്കുന്നുള്ളൂ. ആ ഒരു വൃത്തിയും വെടിപ്പും. അമാനി മൗലവിയുടെ തഫ്സീർ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് എന്ത് പറയുന്നു? പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ആ വൃത്തിയോടുകൂടി ഉള്ളതിൽ ഏറ്റവും നല്ലൊരു വസ്ത്രം അള്ളാന്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ധരിക്കാൻ സാധിക്കണം. ഇനിയോ പല ആളുകളും പല കമ്പനിക്കാരുടെയും പരസ്യങ്ങളായിട്ടാണോ പള്ളിയിലേക്ക് വരുന്നത് എന്ന് തോന്നിപ്പോകും. കാഫിരീങ്ങളുടെ പരസ്യം, ആ കമ്പനികളുടെ പരസ്യം, നാം പണം കൊടുത്തു വാങ്ങി നാം ധരിക്കുന്ന വസ്ത്രം, അതേപോലെ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ടീഷർട്ടുകൾ ധരിച്ച്, വസ്ത്രങ്ങൾ ധരിച്ച് അതെവിടെയാണെങ്കിലും നമസ്കാരത്തിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. നമസ്കാരത്തെ ബാധിക്കുന്ന വിഷയമാണ്, പാടില്ല പ്രിയപ്പെട്ടവരെ. അല്ലെ, ഒട്ടുമിക്ക ആളുകളും ഈ പ്രവാസികൾ, ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ധരിക്കുന്ന ടീഷർട്ടുകളിൽ മുതലയുടെ, മാനിന്റെ, മറ്റുള്ള ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ കാണാം, ചിത്രങ്ങൾ കാണാം. ധരിക്കുന്ന ഷോക്സുകളിൽ, ധരിക്കുന്ന ടീഷർട്ടുകളിൽ, ഷർട്ടുകളിൽ, അതേപോലെ തന്നെ നമ്മുടേതായ പല യൂറോപ്യൻ കമ്പനികളിലും ജോലി ചെയ്യുന്ന ആളുകൾ പല കമ്പനികളും ഫ്രീ ആയി നൽകുന്ന ടീഷർട്ടുകളിൽ, ഷർട്ടുകളിൽ, വസ്ത്രങ്ങളിൽ നാം ഉപയോഗിക്കാൻ പാടില്ലാത്ത പല രൂപങ്ങളും ചിത്രങ്ങളും കാണാം.
അതുമായി പള്ളിയിലേക്ക് പോയി നമസ്കരിക്കുന്ന ആളുകൾ എന്റെ നമസ്കാരത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. ജൂതന്റെ തന്ത്രങ്ങളും അതേപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഏതൊക്കെ തന്ത്രങ്ങളുണ്ടോ ആ തന്ത്രങ്ങളൊക്കെ എവിടെയും പടച്ചറപ്പിന്റെ പള്ളിയിലേക്ക് പോലും മ്യൂസിക്കുകൾ കയറ്റിയവരാ ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലേ? നാം ഒന്ന് സൈലന്റ് ആക്കാൻ മറന്നാൽ, ഒന്ന് ഓഫ് ചെയ്യാൻ മറന്നാൽ നമ്മുടെ മൊബൈലുകൾ പടച്ചറപ്പിന്റെ പള്ളിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദം എന്താ? ഇസ്ലാം നിഷിദ്ധമാക്കിയ മ്യൂസിക്കിന്റെ ശബ്ദങ്ങൾ. വിജയിച്ചില്ലേ ഇസ്ലാമിന്റെ ശത്രുക്കൾ? അതേ ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെ ഏതൊക്കെ നമ്മൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടുവോ നമ്മുടെ വസ്ത്രങ്ങളിലൂടെ, അവന്റെ പരസ്യങ്ങളിലൂടെ അള്ളാഹുവിന്റെ പള്ളിയിലേക്കും അത് എവിടെ വെച്ചാണോ വീട്ടിൽ വെച്ച് നമസ്കരിക്കുമ്പോഴും ഒഴിവാക്കേണ്ട സമയത്ത് പോലും നമ്മൾക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ല. മുസ്ലിമീങ്ങളായ നാം ഒരു വസ്ത്രം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല, ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അതേ വസ്ത്രം തന്നെ എനിക്ക് ധരിക്കണമെന്നുള്ള വാശിയുണ്ടെങ്കിൽ ആ ചിത്രത്തെ അതിനെ ഒന്ന് പോക്കിക്കളയാൻ, അതിനെ ഒന്ന് മായ്ച്ചു കളയാൻ ഒരു ശ്രമം നമ്മൾ നടത്തുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളോ നമ്മുടെ മക്കളോ പാടില്ല. ഇസ്ലാമിനെ പുച്ഛിക്കുന്ന, ഇസ്ലാമിനെ പരിഹസിക്കുന്ന കുഫാറുകളെയും അതിന്റെ ശിആറുകളെയും ആ നിലക്ക് ബഹുമാനിക്കാനോ പരസ്യപ്പെടുത്താനോ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു നിലക്ക് പ്രോത്സാഹനം നൽകാനോ നമുക്ക് പാടില്ലാത്തതാണ്. പൂർണ്ണമായും കുഫ്രിയത്തിൽ നിന്ന്, ഷിർക്കിയത്തിൽ നിന്ന് പടച്ചറപ്പിന്റെ ദീനിന്റെ വൈരാളികളെ, പടച്ചറപ്പിന്റെ ദീനിന്റെ എതിര് നിൽക്കുന്നവരെ പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ നിന്ന് ആദർശപരമായി വിയോജിപ്പ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതേ നമ്മൾ തന്നെ നമസ്കരിക്കുമ്പോൾ പോലും ആ നിലക്കുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. പറഞ്ഞു വന്നത് അനുവദിക്കപ്പെട്ട വസ്ത്രം അത് തന്നെ ആ വസ്ത്രത്തിൽ ഏറ്റവും നല്ലത്, വൃത്തിയായിട്ടുള്ളത്, വെടിപ്പുള്ളത്, അതുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പ്രിയപ്പെട്ടവരെ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ നമ്മൾ കാണുന്നില്ലേ, ഏറ്റവും വൃത്തിയുള്ള വസ്ത്രങ്ങളുമായി ഈ രാജ്യത്തെ സഹോദരങ്ങൾ പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കുമ്പോ വിദേശികളായ നമ്മളാണോ പലപ്പോഴും ആ നിലക്ക് വസ്ത്രങ്ങളിൽ മോശം കാണിക്കുന്നത് എന്ന് നമ്മളൊന്ന് ഭയപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ നാട്ടുകാരാകട്ടെ, ഏത് നാട്ടുകാരാകട്ടെ, ഓരോ മാറി മാറി വരുന്ന ഫാഷൻ പാന്റ് അത് കയറി മുട്ടിന്റെയും നെരിയാണിയുടെയും മധ്യത്തിലാണ് ഒരു മുസൽമാന്റെ വേഷം. പക്ഷേ അവിടെ നിന്നും മേൽപോട്ട് പോയി മുട്ടിന് മുകളിൽ ഒരു പുരുഷന്റെ തുട, അൽ ഫഖ്ദ് മിനൽ ഔറ, തുട ഒരു പുരുഷന് ഔറത്താണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചുവെങ്കിൽ ആ തുട പോലും കാണുന്ന നിലക്കുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കുന്ന ആളുകളും കുറവല്ല. നാം ഓരോന്നും കൃത്യമായി സൂക്ഷിക്കുക. എങ്ങനെയാണ് അള്ളാഹുവിന്റെ പള്ളിയോട് നാം കാണിക്കേണ്ട മര്യാദയെന്ന്. ആ മര്യാദകളിൽ ഒന്നും പ്രിയപ്പെട്ടവരെ നാം ലംഘിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ ഹദീസുകൾ കാണുന്നു. അവിടെ നിന്ന് പറയുന്നു, അബീ ഹുമൈദ് عن أبي أسيد رضي الله عنهما قال رسول الله صلى الله عليه وسلم إذا دخل أحدكم المسجد فليقل اللهم افتح لي أبواب رحمتك وإذا خرج فليقل اللهم إني أسألك من فضلك. സൂറ പറയാണ്, ഒരാൾ പള്ളിയിലേക്ക് കയറുമ്പോൾ അവൻ ഇങ്ങനെ പറയട്ടെ, ഫൽയഖുൽ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, നാഥാ നിന്റെ കാരുണ്യത്തിന്റെ കവാടം നീ എനിക്ക് തുറന്നു തരണമേ. വഇദാ ഖറജ, പള്ളിയിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുമ്പോ ഫൽയഖുൽ, അവൻ പ്രാർത്ഥിക്കട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, നാഥാ നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് തേടുന്നു, അല്ലാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നുകൂടി അവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു പ്രാർത്ഥനയാണിത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അവിടുന്ന് പള്ളിയിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലിക്കൊണ്ട് കയറുമായിരുന്നു, സലാം ചോദിച്ചുകൊണ്ട് കയറുമായിരുന്നു. പണ്ഡിതന്മാര് പറയുന്നു, ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമത്തിൽ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, സലാത്തും സലാമും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി നാം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നാം ഈ പഠിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ കാന ഇദാ ദഖലൽ മസ്ജിദ, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് കയറുമ്പോൾ അഊദു ബില്ലാഹിൽ അളീം
വബിവജ്ഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതും കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോ ഈ പ്രാർത്ഥനകളൊക്കെ ഓരോന്നും പൂർണ്ണമായ നിലക്ക് നമ്മൾക്ക് ചെല്ലാൻ പ്രിയപ്പെട്ടവരെ. പരമാവധി ഏതെങ്കിലും നിലക്ക് അറിയാത്ത ആളുകൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്നതെങ്കിലും ചൊല്ലാൻ പരമാവധി ശ്രദ്ധിക്കണം എന്നതാണ് അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ നിലക്ക് ഓരോ കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് നാം അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കയറുകയാണ്. ഏത് പള്ളിയാകട്ടെ ഈ പ്രാർത്ഥന, മസ്ജിദുൽ ഹറമാണെങ്കിലും ഏത് പള്ളിയാണെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലി വലതുകാലി വെച്ചുകൊണ്ട് നാം പടച്ചറപ്പിന്റെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യമായി ചെയ്യേണ്ടത് എന്താ? ഏത് സമയത്ത് പള്ളിയിൽ കയറിയാലും എപ്പോ പള്ളിയിൽ കയറിയാലും നമസ്കാരത്തിനാകട്ടെ പഠന ക്ലാസ്സിനാകട്ടെ മറ്റേതെങ്കിലും നിലക്ക് പടച്ചറപ്പിന്റെ പള്ളിക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചോ ആദ്യമായി ചെയ്യണം ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അതൈൻ. ആരെങ്കിലും ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ, നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്, ഹത്താ യുസല്ലി റക്അതൈൻ, 2 റക്അത്ത് നമസ്കരിക്കാതെ അവൻ ഇരിക്കരുത്. നാം പലപ്പോഴും ചെയ്യുന്നത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയാൽ നമ്മൾ നിസ്കരിക്കുന്നു തഹിയ്യത്ത്, എന്നാലോ ഒരു പഠന ക്ലാസ് പള്ളിയിൽ നടക്കുന്നു, ഒരു ഉത്ബോധന ക്ലാസ് പള്ളിയിൽ നടക്കുന്നു, പള്ളിയിൽ ഒരു ദഅവാ പ്രോഗ്രാം നടക്കുന്നു, പള്ളിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു, ഏതെങ്കിലും നിലക്കൊരു പ്രോഗ്രാം പള്ളിയിലുണ്ട്, അതിനാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ തുടങ്ങിയാലും ഇല്ലെങ്കിലും ഞാൻ നിസ്കരിക്കാനല്ലല്ലോ, ഞാൻ വയല് കേൾക്കാൻ പോയതല്ലേ, ഞാൻ ക്ലാസ്സിന് പോകുന്നതല്ലേ, ആണും പെണ്ണും അറിയാത്തത് കൊണ്ട്, നമ്മുടെ അറിവിന്റെ കുറവ് കൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ പള്ളിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആദ്യമായി നാം ചെയ്യേണ്ട ഒരു കർമ്മത്തെ നാം മറന്നു പോവുകയാണ്. അതുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കാതെ ഒരാളും പള്ളിയിലേക്ക് ഇരിക്കാൻ പാടില്ല. പള്ളിയിൽ കയറി ഇരിക്കുന്നതിന് മുമ്പ് നാം 2 റക്അത്ത് നമസ്കരിക്കേണ്ടതുണ്ട്. അത് ആ നിലക്കുള്ള ഒരു ബാധ്യതയായിട്ട് സൂറത്ത് പഠിപ്പിക്കുന്നു. ഫലാ യജ്ലിസ്, നീ ഇരിക്കരുത്, നീ ഇരുന്നു പോകരുത്, ഹത്താ യുസല്ലി റക്അതൈൻ, 2 റക്അത്ത് നമസ്കരിക്കുന്നത് വരെ. ഇതിന്റെ ഗൗരവം എത്രയുണ്ട്! ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാ സുലൈഖുൽ ഖത്ഫാൻ യൗമുൽ ജുമുഅ, ഒരു ജുമുഅ ദിവസം അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ ഖുത്ബ ചെയ്തുകൊണ്ടിരിക്കെ സുലൈഖുൽ ഖത്ഫാൻ പള്ളിയിലേക്ക് കയറി വരികയാണ് റളിയല്ലാഹു അൻഹു. പള്ളിയിൽ കയറി അദ്ദേഹം ഇരുന്നു. ഫജലസ, അദ്ദേഹം ഇരുന്നു. ഫഖാല ലഹു യാ സുലൈഖ് ഖും ഫർഖഅ റക്അതൈൻ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അതുസല്ലി റക്അതൈൻ അസല്ലൈത റക്അതൈൻ, സുലൈഖ് നീ 2 റക്അത്ത് നിസ്കരിച്ചോ? അതേപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണുന്നു, ഈ സുലൈഖിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, യാ സുലൈഖ് ഖും, സുലൈഖേ എഴുന്നേറ്റ് നിൽക്ക്, ഫർഖഅ റക്അതൈൻ, 2 റക്അത്ത് നീ നമസ്കരിക്കൂ, എന്നിട്ടിരിക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ സുലൈഖുൽ ഖത്ഫാൻ എഴുന്നേറ്റ് നമസ്കരിച്ച് തഹിയ്യത്ത് നമസ്കരിച്ചിട്ടായിരുന്നു ആ പള്ളിയിൽ അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് പറയുന്നു റസൂലുള്ളാഹി, ഇദാ ജാ അഹദുകും യൗമുൽ ജുമുഅ, നിങ്ങളിൽ ആരെങ്കിലും ജുമുഅ ദിവസം പള്ളിയിലേക്ക് എത്തിയാൽ വൽ ഇമാമു യഖ്തുബു, ഇമാം ഖുത്ബ പറഞ്ഞിരിക്കെ മിമ്പറിലാണെന്ന് കൂട്ടിക്കോ, ഫൽ യർകഅ റക്അതൈൻ, അവൻ 2 റക്അത്ത് അവൻ നമസ്കരിച്ചിട്ടാണ് അവൻ ഇരിക്കേണ്ടത്. നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ഇമാം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ സംസാരിക്കുന്ന മനുഷ്യനോട് സംസാരിക്കരുത് എന്ന് പോലും പറയാൻ പാടില്ല, ആംഗ്യത്തിലൂടെ അല്ലാതെ. ആ സംസാരിക്കുന്നത് പോലും എല്ലാ നിലക്കും മൗനം പ്രതീക്ഷിച്ചുകൊണ്ട്, മൗനത്തിലായിക്കൊണ്ട് ഖുത്ബ കേൾക്കുന്ന സമയത്ത് പോലും പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നമസ്കരിക്കാതെ അവൻ അവിടെ ഇരിക്കാൻ പാടില്ല. പണ്ഡിത ലോകത്ത് ചർച്ച വന്നു, നമസ്കാരം വെറുക്കപ്പെട്ട സമയങ്ങളിൽ ഒരു മനുഷ്യൻ പള്ളിയിൽ കയറിയാൽ, അഥവാ അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ സുബഹിന്റെ ശേഷമുള്ള ഒരല്പസമയങ്ങളിൽ നമസ്കാരം വിരോധിക്കപ്പെട്ട സമയത്താണ് ഒരാൾ പള്ളിയിലേക്ക് കയറിയതെങ്കിൽ അവൻ തഹിയ്യത്ത് നമസ്കരിക്കണോ? പണ്ഡിതന്മാർ ഉത്തരം നൽകി,
അവനും തഹിയ്യത്ത് നമസ്കരിക്കണം. ഖുത്ബയുടെ വേളയിൽ പോലും നമസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ ആ നമസ്കാരം വെറുക്കപ്പെട്ട സമയത്ത് കാരണങ്ങളുള്ള നമസ്കാരം നിർവഹിക്കാമെന്ന് പറഞ്ഞുവല്ലോ, പഠിപ്പിക്കപ്പെട്ടുവല്ലോ ഈ സമുദായം. ആ കാരണങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് തഹിയ്യത്തുൽ മസ്ജിദ്. അഥവാ ഒരു മുസ്ലിം ഒരു പള്ളിയോട് ചെയ്യേണ്ട ബാധ്യതയാണത്. ഏത് സമയത്ത്, സുബഹിന്റെ ശേഷമാകട്ടെ, അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലാകട്ടെ, ഏത് സമയമാകട്ടെ, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് അവൻ കയറിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടവൻ എവിടെയാണെങ്കിലും ചെയ്യേണ്ടത് 2 റക്അത്ത് നമസ്കാരമാണ്. അത് ചെയ്യണം. അതേപോലെ വീട്ടിൽ വെച്ച് റവാത്തിബ് നമസ്കരിച്ച ആളുകൾ പള്ളിയിൽ കയറിയാൽ ഈ നിലയിൽ 2 റക്അത്ത് ലഘുവായിട്ട് നമസ്കരിക്കുക. ഇനി അതല്ല, ഒരാൾ പള്ളിയിലേക്ക് വരുമ്പോ റവാത്തിബാണ് എങ്ങനെയാകട്ടെ 2 റക്അത്ത് നമസ്കരിക്കാതെ അവൻ ഇരിക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുവെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് ഒരു സുന്നത്ത് അവൻ നമസ്കരിച്ചിരിക്കണം എന്നതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം നമ്മൾ ആ നിലയ്ക്ക് തന്നെ മനസ്സിലാക്കുക. ഓരോന്നും ഈ സമുദായം, അതല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട പല ആളുകളും ഈ സുന്നത്ത് അറിയാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. സഹോദരിമാരോട് കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ക്ലാസ്സുകൾക്ക് വരുമ്പോ ഈ സുന്നത്ത് നാം ചെയ്യാതിരിക്കുന്നു, റസൂലുള്ളാഹി നിങ്ങൾ നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് പറയുമ്പോ അതിന് വിരുദ്ധമായിട്ട് പലപ്പോഴും നമ്മൾ ഇരിക്കുന്നത് എന്നുകൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയോ, പള്ളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയോടുകൂടി പള്ളിയിൽ കയറി തഹിയ്യത്ത് നമസ്കരിച്ചുകൊണ്ട് ഇഖാമത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യന്, ആണാകട്ടെ പെണ്ണാകട്ടെ, ആ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മുസ്ലിമിന് അല്ലാഹു നൽകുന്ന പദവി എത്രയാ! وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يزال أحدكم في صلاة ما دامت الصلاة تحبسه لا يمنعه أن ينقلب إلى أهله إلا الصلاة. ഒരാൾ പള്ളിയിലേക്ക് വരികയാണ്, അവൻ നമസ്കാരത്തിൽ തന്നെയാണ്. ഏതുവരെ? നമസ്കാരം പ്രതീക്ഷിച്ചിരുന്ന്, ആ ഇഖാമത്തിനെ പ്രതീക്ഷിച്ചിരുന്ന് പള്ളിയിൽ അവൻ ഇരിക്കുന്ന കാലത്തോളം അവനവന്റെ വീട്ടിലേക്ക് പോകാത്തത് ഈ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ, നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കൂലി നിസ്കരിക്കുന്നവന്റെ അത്ര തന്നെ കൂലിയാണ്. നിസ്കാരത്തിന് എത്ര കൂലിയുണ്ടോ ആ കൂലി തന്നെയാണ് ആ മനുഷ്യന് ലഭിക്കുന്നത്. അത് മാത്രമാണോ റസൂൽ പറയുന്നു, അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ല. ഒരു മനുഷ്യന് വേണ്ടി, ഒരു മുസ്ലിമിന് വേണ്ടി പടച്ചറപ്പിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ലഹു അല്ലദി സല്ല ഫീ മാ ലം യുഹദിസ് തഖൂൽ അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു. ആ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താ? ഇവന് പുറത്തു കൊടുക്കണേ, ഇവനോട് റഹ്മത്ത് ചെയ്യണേ എന്ന്. നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്, മുസ്ലിമായ മനുഷ്യന് വേണ്ടി പടച്ചറപ്പിന്റെ മാലാഖമാര് പ്രാർത്ഥിക്കുക. അള്ളാന്റെ പള്ളിയിൽ പോകുമ്പോ കിട്ടുന്ന കൂലിയാണിത്. പള്ളിയിലേക്ക് എത്തി നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ അവന് ലഭിക്കുന്ന കൂലിയായിട്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നും നഷ്ടമല്ല പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ പള്ളിയെ സ്നേഹിച്ചാൽ, അതിനോട് ഹുബ്ബ് കാണിച്ചാൽ, അതിന്റെ ജമാഅത്തിന് കാർക്കശ്യം കാണിച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു, നാളെയുടെ ലോകത്ത് തണൽ ലഭിക്കുന്നു. അവിടെ പോകുന്ന കാലടിക്ക് കൂലിയാണ്, തെറ്റുകൾ പൊറുക്കപ്പെടുകയാണ്. പള്ളിയിൽ കയറി നമസ്കാരത്തെ കാത്തിരിക്കുന്നത് പോലും അവര് പുണ്യ. ഇന്ന് ഒന്നും ചെയ്യൂല, പള്ളിയുടെ തൊട്ടപ്പുറത്ത് മുറ്റത്ത് നമ്മൾ ഇഖാമത്ത് വരെ നമ്മൾ കാത്തിരിക്കും, അല്ലേ? ഇഖാമത്ത് കൊടുത്തിട്ടേ പള്ളി കയറൂ, ഇഖാമത്ത് കൊടുത്തിട്ടേ പള്ളി കയറൂ. ആ പള്ളിയിൽ കയറി നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കാൻ പലപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മൾ അങ്ങനെയാകരുത്. എവിടെയാണോ ഈ കൂലികളൊക്കെ പഠിച്ച ഒരു മുസ്ലിം ബാങ്ക് കേൾക്കുന്നതിന് മുമ്പേ വുളു ചെയ്ത് തയ്യാറാകും. കൊടുത്താലും അതിന് വളരെ പെട്ടെന്ന് തയ്യാറായി ഈ കൂലി അവൻ ആഗ്രഹിക്കും. നമ്മുടെ ഈമാനിന്റെ ദൗർബല്യം കൊണ്ട്, നമ്മുടെ അറിവിന്റെ കുറവ് കൊണ്ട് നമ്മളിൽ അബദ്ധങ്ങൾ വന്നു പോകുന്നു. അല്ലാഹു തആല നമ്മൾക്ക് പൊറുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരമാവധി പടച്ചറപ്പിന്റെ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. ഈ പള്ളിയിൽ തന്നെ
അള്ളാഹിന്റെ പള്ളിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് തഹിയ്യത്ത് നമസ്കരിച്ച് ആ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മൾ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടാലോ? പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്. ചില റിപ്പോർട്ടുകളിൽ കാണാം, ചില ഫുഖഹാക്കൾ അഭിപ്രായം പറയുന്നു, ഇഖാമത്ത് കേൾക്കുമ്പോ മുഅദ്ദിൻ ഇഖാമത്ത് പറയുന്ന പദങ്ങളൊക്കെ കേൾക്കുന്നവരും ഏറ്റുപറയണമെന്ന്. ഹദീസുകളിൽ അതിന് സ്വീകാര്യത കാണുന്നില്ല. സൂറയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ ശരിയായ നിലക്ക് റിപ്പോർട്ട് കാണുന്നില്ല. ചില ആളുകളൊക്കെ അത് പറയുന്നുമുണ്ട്. ഇതോടൊപ്പം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോ മുഅദ്ദിൻ എന്ത് പറയുന്നുവോ അതുപോലെ നിങ്ങളും പറയണം. ഹയ്യ അലൽ സ്വലാ എന്ന് പറയുമ്പോ, ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോ നിങ്ങൾ അവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ ഒരു സഹോദരൻ ചോദിച്ചിരുന്നു, അഥവാ സുബഹിന്റെ സമയത്ത് ഫജ്റിന്റെ നേരത്ത് അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ ചില പ്രത്യേകമായ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. സ്വദഖ്ത വ ബരിഖ്ത എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അത് പറയണോ വേണ്ടേ? പ്രിയപ്പെട്ടവരെ, ആ നിലയിലും ഒരു റിപ്പോർട്ട്, ഒരു പദപ്രയോഗങ്ങൾ റസൂലുള്ളാഹിയിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടില്ല. അതുകൊണ്ട് എന്താണോ പറയുന്നത് അത് തന്നെ ഏറ്റുപറഞ്ഞാൽ മതി. മറിച്ച് ഹയ്യ അലൽ സ്വലാ എന്ന് പറയുമ്പോൾ, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ അവിടെയാണ് വ്യത്യസ്തമായിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നാം പറയേണ്ടത്. ഇഖാമത്ത് കേൾക്കുമ്പോൾ നാം മൗനം പാലിക്കലാണ് നമ്മൾക്ക് നല്ലത്. ആ നിലക്ക് നമ്മൾ ഇഖാമത്ത് പ്രതീക്ഷിച്ചിരിക്കുമ്പോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്വഫുകൾ കൃത്യമായി പൂർത്തിയാക്കിയിട്ട് വേണം ആ നമസ്കാരം ആരംഭിക്കാൻ. ഇൻഷാ അല്ലാഹ് ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരത്തിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും എന്നാൽ നമ്മൾ ഏറെ ഗൗരവത്തോടുകൂടി ചെയ്യേണ്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. സ്വഫിന്റെ പൂർത്തീകരണം. സ്വഫിന്റെ പൂർത്തീകരണം അവിടുന്ന് പറയുന്നു, ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ ഇഖാമത്തിസ് സ്വലാ. നിങ്ങൾ സഫ് പൂർത്തിയാക്കണേ. സവ്വൂ സുഫൂഫക്കും, സഫ് നിങ്ങൾ ശരിയാക്കണേ. ഫഇന്ന തസ്വിയത സുഫ് മിൻ തമാമിസ് സ്വലാ. നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് സഫിന്റെ പൂർത്തീകരണം. സഫ് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് നിസ്കാരം പൂർത്തിയാക്കുന്നതിന്റെ ആ ഒരു രീതിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഫ് നിങ്ങളെല്ലാവരും പൂർത്തിയാക്കണം. എവിടെയാണ് സഫ് നിൽക്കുന്നതെങ്കിലും നിൽക്കുന്ന സഫ് അത് പൂർത്തിയാക്കണം. പള്ളിയിലേക്ക് നമ്മൾ പരമാവധി നേരത്തെ പോകണം. എത്ര നേരത്തെ പള്ളിയിലെത്തുന്നുവോ അത്രയും സമയം ആ നിസ്കാരത്തിൽ എത്രയാണോ ഉള്ളത് അതിൻ്റെതായ കൂലിയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. വൈകി വരുന്ന ആളുകൾക്ക് ആ കൂലിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. എത്ര നേരത്തെ പള്ളിയിലെത്തുന്നുവോ ആ സമയം അത്രയും മലക്കുകൾ ഇവന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇവനോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നേരത്തെ എത്തിയാൽ നമ്മൾ ചെയ്യലെന്താ? നട്ടിമുറങ്ങളിൽ കാണാം, ജുമഅക്കാകട്ടെ മറ്റുള്ള സമയത്താകട്ടെ നേരത്തെ പള്ളിയിലെത്തുന്ന ആളുകളൊക്കെ ഓരോരുത്തർക്കും ഓരോ തൂണുകളുണ്ട്, അല്ലേ? നാട്ടിൻപുറത്തെ പള്ളിയിൽ സ്ഥിരമായിട്ട് പള്ളിയുടെ വലത്തേ ഭാഗത്തെ മൂലയിലുള്ള തൂണ് ഇന്ന് ആചാര്യയുടെ തൂണാ. എന്തേ? ആചാര്യ എത്ര നേരത്തെ വന്നാലും ആ തൂണ് ചാരിയിട്ട് ആചാര്യ ഇരിക്കുക, അല്ലെ? ഇന്ന വ്യക്തി ഇരിക്കുക. ഓരോ ഫാനിന്റെ കറക്കം നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്, ചുമരുകൾ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. എത്ര നേരത്തെ വന്നാലും ബാക്ക് ഭാഗം നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൗ യഅലമുൻ നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വലി ثم لم يجدوا إلا أن يستهموا عليه لاستهموا. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. മനുഷ്യരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ഒന്നാമത്തെ സഫിന്റെ കൂലി, ബാങ്കിന്റെ കൂലി ഇവരറിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും ഒരേ സമയത്ത് തിക്കും തിരക്കും കൂട്ടി പള്ളിയിലേക്ക് കുതിക്കുമായിരുന്നു. ഒരേ സമയത്തെത്തും, എല്ലാവരും വാശി പിടിക്കും, ഞാനാണ് ഒന്നാമത്തെ സഫിൽ, ഞാനാണ് എത്തിയത്. അങ്ങനെ ഒരേ സമയത്തെത്തി വാശി പിടിക്കുമ്പോ മനുഷ്യരൊക്കെ മുസ്ലിമീങ്ങൾ നെറുക്കിട്ടുകൊണ്ട് ആളുകളെ തീരുമാനിക്കും, ഇതാ എനിക്ക് ആ നെറുക്ക് വീണത്, ഞാൻ ആ സഫിൽ നിൽക്കേണ്ടത്. അത്ര കൂലിയുണ്ട്. പക്ഷെ ഇന്നോ അതല്ല. എത്ര നേരത്തെ എത്തിയാലും പിന്നീടാണ് നമ്മൾ ഇരിക്കുന്നത്. ആർക്ക് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ? ഒരു ദീനിന്റെ സദസ്സിൽ നമ്മൾ പിന്നില, ഒരു ഇൽമിന്റെ സദസ്സിൽ നമ്മൾ പിന്നില, ഒരു ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ പിന്നില.
അള്ളാന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ പോയാൽ പോലും നമ്മൾ പിന്നിലായിരിക്കുന്നത് പാടില്ല. നേരത്തെ എത്തിയിട്ട് നമ്മൾ ഒന്നാമത്തെ സഫിന്റെ കൂലി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരതിന്റെ കൂലി അറിഞ്ഞിരുന്നുവെങ്കിൽ ഏറ്റവും മുന്നിലത്തെ സഫിൽ തന്നെ അവരിയ്ക്കുമായിരുന്നു. ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ, പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും ഉത്തമമായത് അതിന്റെ മുമ്പിലത്തെ സഫ. വശർറുഹാ ആഖിറുഹാ, അതിൽ ഷർറായത്, ആ പദവി ലഭിക്കാത്തത് പിന്നില. നമ്മൾ നേരത്തെ പോയാൽ പോലും ആ പിന്നിരിക്കാൻ താല്പര്യം കാണിക്കുന്നത്. വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ, പെണ്ണിന്റെ സഫ് അതിന്റെ ഖൈർ ഏറ്റവും പിന്നില. വശർറുഹാ അവ്വലുഹാ, അതിന്റെ മുമ്പിലാണ് അതിന്റെ ആ പദവി ലഭിക്കാത്ത മോശപ്പെട്ട സഫെന്ന് ഹദീസുകളിൽ കാണുന്നു. നോക്കൂ, സാന്ദർഭികമായി നാം പഠിക്കണം. പെണ്ണ് നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്ന ഏതൊക്കെ പള്ളിയുണ്ടോ അതൊക്കെ മുനാഫിക്കിന്റെ പള്ളിയാണെന്ന് കേരളക്കരയിൽ വഴന്ന് പറയുന്ന ആളുകളുണ്ട്. പെണ്ണ് പള്ളിയിൽ പോകുന്നത് നിഷിദ്ധമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പോയിക്കൊണ്ടിരിക്കുന്ന പല പള്ളികളും പല സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു പെണ്ണ് നമസ്കരിക്കാൻ പള്ളിയിൽ കയറി എന്നതിന്റെ പേരിൽ പൂട്ടാനും അങ്ങനെ പൂട്ടിയതുമായ ചരിത്രങ്ങൾ കേരളക്കരയിൽ പറയാനുണ്ട്. അള്ളാന്റെ റസൂല് പറയുന്നു, പുരുഷന്റെ സഫ് മുമ്പിലാണ് ഖൈർ, പിന്നിലാണ് ആ പദവി ഇല്ലാത്തത്, ഷർറായത്. പെണ്ണിന്റെ സഫ് ഖൈറായത് പിന്നില, ഷർറായത് മുന്നില. ഇത് പറയുമ്പോ പറയും അത് വീട്ടിലത്തെ പള്ളിനെ കുറിച്ചാ. പുരുഷന്റെതോ വീട്ടിലാണോ? ഒരു വീട്ടിലേതുമല്ല. അള്ളാഹുവിന്റെ ഭവനത്തിന്റെ സഫിന്റെ കാര്യത്തെ കുറിച്ച് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശദീകരിക്കുന്നത്. ഹദീസുകളെ സാധാരണക്കാരായ ആളുകൾക്ക് പഠിപ്പിക്കാതെ അവരെ പാമരന്മാരായി എക്കാലത്തും വിടാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നു പുരോഹിത വർഗം. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേയുള്ളൂ പ്രിയപ്പെട്ടവരെ. പറഞ്ഞു വന്നത്, ഒന്നാമത്തെ സഫിൽ തന്നെ വേണം നാം നേരത്തെ പള്ളിയിലേക്ക് എത്തി ഇരിക്കാൻ. അങ്ങനെ ആ സഫിന്റെ പ്രത്യേകത അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ജാബിർ ഇബ്നു സമ്റ റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ അടുത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, അലാ തസുഫൂന കമാ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹാ, എങ്ങനെയാ സഫ് നിൽക്കേണ്ടത്? എങ്ങനെയാ സഫ് നിൽക്കേണ്ടത്? അലാ തസുഫൂന, നിങ്ങൾ കണിയായി നിന്നുകൂടെ? കമാ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹാ, അല്ലാഹുവിന്റെ മലക്കുകൾ, റബ്ബിന്റെ മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ അണിയണിയായി നിൽക്കുന്നത് പോലെ, അണിചേർന്ന് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സഫായി നിന്നുകൂടാ? ഫഖുൽനാ യാ റസൂലല്ലാഹ് വകൈഫ തുസഫുൽ മലായികതു ഇൻദ റബ്ബിഹാ, എങ്ങനെയാ പ്രവാചകരെ അല്ലാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ അണിചേർന്ന് നിൽക്കുന്നത്? ഖാല യുതിമ്മൂന സുഫൂഫൽ ഉവൽ വയതറാസഫൂന വയതറാസൂന ഫിസ്സഫി, റവാഹു മുസ്ലിം. മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒന്നാമത്തെ ആദ്യത്തെ സഫ് വരെ പൂർത്തിയാക്കും. വയതറാസൂന ഫിസ്സഫ്, ആ സഫിൽ തിങ്ങിച്ചേർന്ന് നിൽക്കും, തിക്കി നിൽക്കും മലക്കുകൾ. ഇതുപോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിന്നുകൂടാ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. പടച്ചോന്റെ മുമ്പിൽ, അള്ളാന്റെ മുമ്പിൽ മലക്കുകൾ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ നിന്നുകൂടാ നിസ്കാരത്തിൽ? എങ്ങനെയെന്ന് ചോദിച്ചപ്പോ മലക്കുകൾ ഒന്നാമത്തെ സഫ് പൂർത്തിയാക്കും. എന്നിട്ടോ വയതറാസൂന ഫിസ്സഫി, ആ സഫിൽ തിങ്ങിച്ചേർന്ന് നിൽക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമ്മൾ എന്താ പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത്? പല ആളുകളും ചെയ്യുന്നത് അല്ലേ? ഇത് പഠിച്ച, ഇതറിഞ്ഞ ഒരാൾ സഫിലാ നിലക്ക് നിൽക്കുമ്പോ, സഫുകൾക്കിടയിൽ വിടവ് കാണുമ്പോ ഒരാൾ അതിനെ ചേർത്ത് നിൽക്കുമ്പോ മറ്റേയാള് കാല് വലിക്കുക അല്ലേ? കാല് വലിക്കുക, പിന്നെ അടുപ്പിച്ച് നിർത്തുമ്പോ പിന്നെ കാല് വലിക്കുക. പാടില്ല. നമ്മൾ ആളുകൾക്ക് അത് അറിയുന്നില്ല. പഠിപ്പിക്കണം. നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണിത്. രണ്ട് ആളുകളുടെ കാലുകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാകുന്നു, ഗ്യാപ്പുകൾ ഉണ്ടാകുന്നു. അത് പാടില്ല. സഫുകൾ ചേർത്ത് നിൽക്കണേ. റസൂലുള്ളാഹി പറയുന്നു, സഫ് പൂർത്തിയാക്കണം നിങ്ങൾ, സഫ് ചേർത്ത് നിൽക്കണം നിങ്ങൾ. അതേപോലെ തന്നെ പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ ചില സ്വഹാബിമാരെ സഫിൽ നിന്ന് മുമ്പിലത്തെ സഫിൽ നിൽക്കാതെ പിന്നിലേക്ക് മാറി നിൽക്കുമ്പോ അവരോട് പറയുന്നു, തഖദ്ദമു ഫഅ്തമു ബി
വൽയതമ്മ ബികും മിൻ ബഅദകും ലാ യസാലു ഖൗമുൻ യതഅഖറൂന ഹത്താ യുഅഖിറുഹുമുല്ലാഹ്. ചിലരൊക്കെ പിന്നിലേക്ക് മാറി നിന്നപ്പോ മുന്നോട്ടേക്ക് നിങ്ങൾ വന്നു നിൽക്കണം. പിന്നിൽ വരുന്ന ആളുകൾ അവര് പിന്നിൽ നിൽക്കട്ടെ. ചില ആളുകളൊക്കെ സഫിൽ നിന്ന് മാറി നിൽക്കും. ഏതുവരെ? അല്ലാഹ് അവരെ മാറ്റുന്നത് വരെ. അല്ലാഹ് അവരെ മാറ്റും. പിന്നെ അല്ലാഹുവിന്റെ അടുത്ത് നമ്മൾ പിന്നോട്ട് പോകുന്നത് അല്ലേ? മൻ വസല സഫൻ വസലഹുല്ലാഹ്. മുമ്പിലത്തെ സഫിൽ വരണം. ആദ്യം എത്തുന്നയാൾ ഒന്നാമത്തെ സഫിൽ എത്തണം. ആ സഫിൽ ചേർന്ന് തിക്കി നിൽക്കണം. എന്നിട്ട് പറയുന്നു മൻ വസല സഫൻ വസലഹുല്ലാഹ്. ആര് സഫിനെ ചേർക്കുന്നുവോ അല്ലാഹ് അവനോടുള്ള ബന്ധം ചേർക്കും. വമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാഹ്. സഫ് മുറിക്കുന്നവനെ അല്ലാഹും മുറിക്കും. സഫുകൾക്കിടയിൽ വിടവുണ്ടാക്കുന്ന വ്യക്തി, മുറിവുണ്ടാക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ അല്ലാഹ് മുറിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അതുകൊണ്ട് നമ്മൾ അടുത്ത് നിൽക്കണം, പഠിപ്പിച്ചു കൊടുക്കണം, ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് നിങ്ങൾ കാണുന്നില്ലേ, ജുമയുടേതല്ലാത്ത സമയങ്ങളിൽ പള്ളിയിൽ ചിലപ്പോ ധാരാളമായി തൂണുകളുള്ള പള്ളിയിലൊക്കെ ജുമയുടേതല്ലാത്ത സമയങ്ങളിൽ ആളുകൾ അത്ര തന്നെ പള്ളിയിൽ ജനനിബിഡമാകാത്ത സമയത്ത് പരമാവധി തൂണുകളെ ഒഴിവാക്കിക്കൊണ്ട് സഫിനെ പൂർത്തിയാക്കുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാ? സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ഇടയിൽ തൂണുകളുടെ കാരണം കൊണ്ട് സഫ് മുറിയാതിരിക്കാൻ. ആളുകൾ തിങ്ങി നിൽക്കുമ്പോ നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുക, പിന്നീട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. അതേ നമ്മൾക്ക് രക്ഷയുള്ളൂ. ഇനി അതല്ല, സാധിക്കുമെങ്കിൽ തൂണുകളെ ഒഴിവാക്കിയിട്ട് സഫ് പൂർത്തിയാക്കി നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അതാ ചെയ്യേണ്ടത്. ഇന്ന് കേരളക്കരയിൽ നിർമ്മിക്കപ്പെടുന്ന പുതിയ പള്ളികളിലൊക്കെ പരമാവധി പള്ളിക്കുള്ളിൽ ഈ നിലക്ക് തൂണുകളെ ഒഴിവാക്കിക്കൊണ്ട് പള്ളി നിർമ്മാണം നടത്തുന്നത് കാണാം. ഖൈറായ ഒരു കാര്യമാണത്. നാം പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, സഫ് മുറിക്കാൻ പാടില്ല. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കാലുകൾ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോട് പിന്നീട് വിടവ് കാണിച്ച് നിസ്കാരം കഴിഞ്ഞപ്പോ ആ മനുഷ്യനെ തുറിച്ച നോട്ടം നോക്കി കയർക്കുന്ന ആളുകളെയും കാണാം. അറിയാത്തത് കൊണ്ടാ. പറഞ്ഞു കൊടുക്കണം, നമ്മൾ ഉപദേശിക്കണം. നമ്മൾ ആ ഉപദേശത്തിലും സൗമ്യത പാലിക്കണം. അറിവില്ലായ്മ കൊണ്ടാ അവനങ്ങനെ നോക്കിയത്, അവൻ ഇതുപോലെ തുറിച്ചു നോക്കിയതും പറഞ്ഞതുമൊക്കെ. ഏറ്റവും നല്ല കാലടി. പിന്നിൽ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ മുമ്പിലത്തെ സഫിൽ ഒരു വിടവ് കാണുകയാണ്, രണ്ടാളുകൾക്കിടയിൽ ഒരു ഒഴിവ് കാണുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, നല്ല കാലടിയാണ് പിന്നിലത്തെ സഫിൽ ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോ മുമ്പിലത്തെ സഫിൽ ഒരു വിടവ് കാണുമ്പോ അതിലെ കയറി നിൽക്കുന്ന ആ മനുഷ്യന്റെ കാലടി ഒരുപാട് പദവികളുള്ള, ഒരുപാട് കൂലി ലഭിക്കുന്ന ആ ഒരു കാര്യമായിട്ട് പഠിപ്പിക്കുന്നു. അതിലേക്ക് നടന്നു പോകുമ്പോ അവന്റെ നമസ്കാരത്തിന് അത് ബാധിക്കുന്നതല്ല. അതുകൊണ്ട് ഏത് സമയത്തും പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൽ സഫ് നിൽക്കുമ്പോ ഇമാമിന്റെ തൊട്ട് പിന്നിൽ അറിവുള്ളവരും ഖുർആനിനെ കുറിച്ച് അറിവുള്ളവരും ഇമാമിൽ അബദ്ധങ്ങൾ വരുമ്പോ അത് ചൂണ്ടിക്കാണിക്കാനും ആ ഖുർആൻ അറിയിച്ചു കൊടുക്കാനും കഴിവുള്ള ആളുകൾ ഇമാമിന്റെ തൊട്ട് പിന്നിൽ നിൽക്കണം. ആ നിലക്കുള്ള ആളുകൾ വരണം. ആ നിലക്ക് എല്ലാ നിലയിലും ഇമാമിനോടടുത്ത്, ഇമാമിന്റെ അടുത്ത് ഒന്നാമത്തെ സഫിൽ നേരത്തെ എത്തുന്ന ആളുകൾ പരമാവധി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി പറയുന്നു, അഖീമു സുഫൂഫക്കും വതറാസു. നിങ്ങളുടെ നമസ്കാരം സഫ് പൂർത്തിയാക്കണേ, ചേർന്ന് നിൽക്കണേ, തിക്കി നിൽക്കണേ. ഞാനതിന്റെ പിന്നിലൂടെ ഞാനത് കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ബുഖാരിയുടെ റിപ്പോർട്ടിൽ കാണാം, സഹാബത്ത് പറയുന്നു, ഞങ്ങളിൽ ഓരോരുത്തരും യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി. ഞങ്ങൾ സഹാബികൾ, ഞങ്ങൾ ഓരോരുത്തരും അവന്റെ കാലിന്റെ കണങ്കാൽ, നെരിയാണിയുടെ ഭാഗം മറ്റവന്റെ കണങ്കാലുമായി ചേർത്ത് നിൽക്കുകയാണ്. തോള് തോളോട് ചേർത്ത്, കണങ്കാൽ കണങ്കാലിനോട് ചേർത്ത്, ആ നിലക്ക് തോളുരുമ്മി തൊട്ടുരുമ്മി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എന്ന് നമ്മൾ പ്രയോഗത്തിൽ പറയുന്ന ആ നിലക്ക് അങ്ങനെയായിരുന്നു സഹാബികളായ ഞങ്ങൾ നിൽക്കുന്നത് എന്ന് സഹാബികൾ പറയുകയാണ്. നമ്മൾ പറയാറുണ്ട് അമുസ്ലിം സഹോദരങ്ങളോട്,
അതല്ലെങ്കിൽ പൊതുവേദികളിൽ വെച്ച് നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട്, ഇസ്ലാം അഹങ്കാരത്തിനെതിരായ മതമാണ്, ഇസ്ലാം വിനയത്തിന്റെ മതമാണെന്ന് നമ്മൾ വലിയത് പറയും അല്ലേ? ഒരു പള്ളിയിൽ നമസ്കരിക്കുന്ന വേളയിൽ മുമ്പിലത്തെ സഫിൽ ഒരു മുതലാളിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ് മുന്നിലത്തെ സഫിൽ നിൽക്കുന്നത് എങ്കിൽ, അവന്റെ മുതലാളി പിന്നിലത്തെ സഫിലാണെങ്കിൽ ആ തൊഴിലാളി സുജൂദിൽ പോകുമ്പോൾ ആ തൊഴിലാളിയുടെ കാൽപാദത്തിന്റെ താഴെയാണ് മുതലാളിയുടെ തലവെക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിയാണ്. അതോടൊപ്പം പറയും, ഞങ്ങളുടെ പള്ളിയിൽ മുതലാളിയും തൊഴിലാളിയും ഒരേ സഫിൽ നിൽക്കുന്നു, ഒരേ വരിയിൽ നിൽക്കുന്നു, കറുത്തവനും വെളുത്തവനും നിൽക്കുന്നു, തോളോട് തോളുരുമ്മി എന്നൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും പല പള്ളികളിലും പോയാൽ തോളോട് തോളുരുമ്പോ തോള് മാറ്റുന്നവരെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. കണങ്കാല് ചേർത്ത് വെക്കുമ്പോ ആ കണങ്കാല് മാറ്റുന്നവരെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്തേ പ്രിയപ്പെട്ടവരെ, ഈ സുന്നത്തിനോട് ഒരു പുച്ഛം കാണിക്കുന്ന ആളുകളും ഇന്നിന്റെ കേരളക്കരയിൽ ജീവിക്കുന്നവരെ നമ്മൾക്ക് കാണാം. ഇൻഷാ അല്ലാഹ് ഇങ്ങനത്തെ പറയുന്നുണ്ട്. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയത് അള്ളാഹിനോട് ഏറ്റു പറയുക, പൊറുക്കണയെന്ന്. ഇനി മുതൽ നമസ്കരിക്കുമ്പോ ഈ നിലക്ക് പ്രിയപ്പെട്ടവരെ നാം സഫ് പൂർത്തിയാക്കണം. സൂറത്ത് പറയുന്നു, ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ, ലതുസവ്വുന്ന സുഫൂഫക്കും, നിങ്ങൾ സഫ് ശരിയാക്കണേ, ഔ ലയുഖാലിഫുന്നല്ലാഹു ബൈന വുജൂഹിക്കും, നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ അള്ളാഹ് ഭിന്നതയുണ്ടാക്കും. ഒരേ സഫിൽ നിസ്കരിക്കുന്ന ആളുകൾ, ഒരേ പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകൾ ഒരിക്കലും ഒന്നാകുന്നില്ല, ഒരിക്കലും യോജിക്കുന്നില്ല, ഒരേ മനസ്സിന്റെ ആളുകളായി മാറാൻ കഴിയുന്നില്ല. എന്തേ? ഒരു സഫിൽ ഒന്നിച്ച് നിൽക്കുമ്പോൾ പോലും ഒന്നിച്ച് നിൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് അതിന് സാധിക്കില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സമയത്ത് സഫുകളുടെ ഒരു ഭാഗത്ത് നിന്ന് അങ്ങേപ്പുറം വരെ പോകും, ഒരറ്റത്ത് നിന്ന് അപ്പുറത്ത് വരെ പോകും. മുമ്പിൽ നിൽക്കുന്നയാളിനെ പിന്നോട്ടേക്ക് മാറ്റും, പിന്നിൽ നിൽക്കുന്നവനെ മുമ്പിലേക്ക് മാറ്റും, അണിചേർത്ത് നിർത്തും. അങ്ങനെയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ ആ നിലയിൽ ചെയ്യുന്നത് അല്ലേ? കാന റസൂലുള്ളാഹി യതഖല്ലലു الصف من ناحية إلى ناحية يمسح صدورنا ومناكبنا ويقول لا تختلفوا فتختلف قلوبكم. അവിടുന്ന് പറയും, നിങ്ങൾ സഫിൽ ഭിന്നത കാണിക്കരുത്, വീഴ്ച വരുത്തരുത്, എങ്കിൽ ഫതഖ്തലിഫു ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളയും ആ നിലക്ക് ഭിന്നതയുണ്ടാക്കും. മുഖങ്ങളിൽ അള്ളാഹ് ഭിന്നതയുണ്ടാക്കും, ഖൽബുകളിൽ ഭിന്നതയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറയുന്നു, അള്ളാഹുവും അവന്റെ മലക്കുകളും ആദ്യത്തെ സഫുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, അഖിമ്മുസ് സുഫൂഫ, നിങ്ങൾ സഫ് പൂർത്തിയാക്കണേ, വഹാദു ബൈനൽ മനാകിബി വസുദ്ദുൽ ഖലൽ വലിയനു ബിഐദി ഇഖ്വാനിക്കും വലാ തദറു ഫുറുജാത്തിൽ ലിശ്ശൈത്വാൻ വമൻ വസല സഫൻ വസലഹുല്ലാഹ് വമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാഹ്. നിങ്ങൾ സഫ് പൂർത്തിയാക്കണം. എല്ലാ നിലക്കും കൃത്യമായി നാം നേരത്തെ പറഞ്ഞ തോളോട് തോള് ചേർത്ത് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ സഫ് പൂർത്തിയാക്കണം. സഫുകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാക്കരുത്. പിശാചിന് വലാത്തതൊരു ഫുറുജാത്തിൽ ലിശ്ശൈത്വാൻ, ആ സഫുകൾക്കിടയിൽ ശൈത്താനിന് കയറിപ്പറ്റാനുള്ള ഒരു വിടവുണ്ടാക്കരുത്. വമൻ വസല സഫൻ വസലഹുല്ലാഹ്, സഫ് ചേർത്തവരെ അല്ലാഹ് ചേർക്കും. വമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാഹ്, സഫ് മുറിച്ചവനോട് അല്ലാഹയും ബന്ധം മുറിക്കും. റുസ്സു സുഫൂഫക്കും, സഫുകൾക്കിടയിൽ നിങ്ങൾ തിങ്ങി നിൽക്കണേ, തിക്കി നിൽക്കണേ. വഖാരിബു ബൈനഹാ, അതിനിടയിൽ നിങ്ങൾ അടുപ്പിച്ച് നിൽക്കണേ. വഹാദു ബിൽ അഅനാഖ്, തോള് ചേർത്ത് നിൽക്കണേ എന്ന് പറയുന്നു. ഫവല്ലദി നഫ്സി ബിയദിഹി ഇന്നി ലഅറ ശൈത്വാന യദ്ഖുലു മിൻ ഖലലി സഫി, സഫുകൾക്കിടയിൽ വിടവ് കാണുമ്പോൾ ഞാൻ കാണുകയാണ്, അള്ളയാണ് സത്യം, ഞാൻ പിശാചിനെ കാണുകയാണ്. വിടവുകൾ ഉണ്ടാകുമ്പോൾ ആ വിടവിൽ പിശാച് കയറും. ആ പിശാച് എവിടെ കയറുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇങ്ങനെ എത്രയോ ഹദീസുകളിൽ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതും കേൾപ്പിക്കാത്തതുമായ ഒരുപാട് ഹദീസുകളിൽ സഫ് പൂർത്തിയാക്കേണ്ടതിൻ്റെയും അതോടൊപ്പം തന്നെ ആ പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ പിശാചത്തിനിടയിൽ കയറിപ്പറ്റുന്നതിനെ കുറിച്ചും ഒരു താക്കീതെന്നോണം
മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്തു മനസ്സിലാകുന്നു? സഫിൽ എങ്ങനെ നിൽക്കണമെന്ന്. ഓരോന്നും ആദ്യം എത്തുന്ന ആളുകൾ ആദ്യത്തെ സഫിൽ നിൽക്കണം. സഫിൽ നിൽക്കുമ്പോ തിക്കി നിൽക്കണം. അഥവാ ആകെ തിക്കും തിരക്കുമാക്കി നമസ്കാരത്തിൽ ആ നിരക്ക് നമസ്കാരത്തെ ബുദ്ധിമുട്ടാകുന്ന നിരക്ക് എന്നല്ല, സഫുകൾക്കിടയിൽ വിടവില്ലാതെ ചേർന്ന് നിൽക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസുകളൊക്കെ സ്വഹീഹാണ്. അതിനിടയിൽ പിശാചിന് ഒരിടം കൊടുക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ സഫുകൾക്കിടയിൽ ഭിന്നത കാണിക്കുമ്പോൾ അത് നിങ്ങളുടെ കൽബുകൾക്കിടയിലും ഭിന്നതയുണ്ടാക്കും, മുഖങ്ങൾക്കിടയിലും ഭിന്നതയുണ്ടാക്കും. ഏറ്റവും നല്ല മനുഷ്യന്റെ കാലടി വിടവുകൾ കാണുന്ന സഫിന്റെ വിടവിലേക്ക് കയറിപ്പറ്റുന്ന മനുഷ്യനാണെന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇത്രയൊക്കെ സ്വഹീഹായ റിപ്പോർട്ടുകൾ, ഒരുപാട് വിശാലമായി കിടക്കുന്ന ഈ റിപ്പോർട്ടുകൾ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളാ ഞാൻ നിങ്ങളെ ഭൂരിഭാഗവും ഈ സഫിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, 2014 ഡിസംബർ മാസം അഥവാ കഴിഞ്ഞ മാസത്തിലിറങ്ങിയ ശബാബ് വാരികയിൽ ഇസ്ലാമിന്റെ ലേബലിൽ അറിയപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു വിഭാഗം ആളുകൾ പലപ്പോഴും പല നിലയിലും ഈ ആദർശ പ്രസ്ഥാനത്തെ പരിഹസിക്കുന്ന ആളുകൾ, ഹദീസുകൾക്കെതിരെ കൊഞ്ഞനം കുത്തിയ ആളുകൾ, സ്വഹീഹായ ഹദീസുകൾക്കെതിരെ ടെലിസിനിമകൾ ഇറക്കിയ ആളുകൾ, ഫിലിമുകൾ ഇറക്കിയ ആളുകൾ, സിഹിറിനെ പരിഹസിക്കുന്ന, അതേപോലെ തന്നെ പല നിലയിലും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന സംഭവങ്ങൾക്കെതിരെ അഭിനയിച്ച് തിമിർത്താടി സമ്മേളന നഗരികളിലും മറ്റുള്ള വേദികളിലും ടെലിഫിലിമുകൾ ഇറക്കി ആ നിലക്കുള്ള സീഡികൾ വിറ്റടിച്ച് ഇസ്ലാമിക ദഅവാ പ്രവർത്തനമാണെന്ന് പരിചയപ്പെടുത്തി നടത്തുന്ന ആളുകൾ അല്ലേ? ആ ആളുകളുടെ കൂട്ടത്തിൽ അവരുടെ പണ്ഡിത സഭയിൽപ്പെട്ട അതല്ലെങ്കിൽ ആ നിലയിൽ അഭിപ്രായം പറയുന്ന ഒരു മൊയ്തീൻ സുല്ലമി, പേര് പറയുന്നത് ആളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിയിട്ട് പടച്ച റബ്ബിന്റെ പ്രവാചകന്റെ ഹദീസിനെ തൊട്ടുകളിക്കുമ്പോൾ ഒരു മുസൽമാന്റെ വേദന എന്ന നിലക്ക് ഇത് പരസ്യപ്പെടുത്താനും ഈ ലേഖനം കൊടുക്കുമ്പോഴും ശബാബ് വാരികക്കാരന്, ശബാബിന്റെ പത്രങ്ങളിൽ, ശബാബ് വാരികയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു ദഅവാ സംവിധാനമായിട്ടാണ് അതിനുവേണ്ടി പണം പിരിക്കുന്നതെങ്കിൽ, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതെങ്കിലും ജോലി ചെയ്തതെങ്കിലും അവിടേതൊക്കെ ഒരു ബാധ്യതയായിരുന്നു. ഈ നിലക്കുള്ള പല നിലക്കും ഹദീസുകളെ പരിഹസിക്കുന്ന ലേഖനങ്ങൾ വരുമ്പോൾ ഒന്ന് പരിശോധിക്കൽ. പക്ഷേ ഈ ലേഖനത്തിൽ 2014 ഡിസംബർ 12 ഇറങ്ങിയ ഈ ശബാബ് വാരികയിൽ ഈ മൊയ്തീൻ സുല്ലമി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്, നവയാഥാസ്ഥികൾ വിശ്വാസ രംഗങ്ങളിൽ മായം ചേർത്തതുപോലെ അനുഷ്ഠാന രംഗത്തും മായം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കുത്ത് കേരള നദുബത്തുൽ മുജാഹിദീൻ, ഈ സലഫി പ്രസ്ഥാനം ദഅവാ രംഗത്ത്, വിശ്വാസ രംഗത്ത് മായം ചേർത്തു എന്ന് പടച്ച റബ്ബിന്റെ പരലോകത്ത് കുറ്റം കിട്ടുന്ന ഒരു കളവ് ആരോപിച്ചുകൊണ്ട് രണ്ടാമത്തെ കളവ് പറയുന്നു, അനുഷ്ഠാന രംഗത്തും അവർ കാണിക്കുന്ന ഒരു മായം ചേർക്കൽ. എന്നിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു, സൊഫ് നിൽക്കുമ്പോൾ വിരലുകൾ ഒപ്പിക്കൽ എന്നിവ അവയിൽ ചിലതാണ്. കാൽ വിരലുകൾ ഒപ്പിക്കാതെയും ചേർക്കാതെയും നിന്നാൽ അതിനിടയിൽ പിശാച് വന്നു നിൽക്കും എന്നാണത്രേ ഇവരുടെ വാദം. പ്രസ്തുത വാദം ശരിയാണെങ്കിൽ അതിനിടയിൽ മാത്രമല്ല, പിശാച് കാലുകൾക്കിടയിലും രണ്ടാളുടെ തലകൾക്കിടയിലും കയറി നിൽക്കില്ലേ? അങ്ങനെ വരുമ്പോൾ നിസ്കരിക്കുന്ന ഓരോ വ്യക്തിയും കാലുകൾക്കിടയിൽ വിടവ് വരുത്താത്ത വിധം അറ്റൻഷനായ നിലയിൽ നിൽക്കേണ്ടി വരും. അതുപോലെ ഒരു സൊഫിലെ രണ്ടുപേരുടെ തലകൾ തമ്മിലും ചേർത്ത് വെക്കേണ്ടി വരും. തലകൾ ചേർത്ത് വെച്ചാലും കഴുത്തുകൾ ചേർത്ത് വെക്കാൻ സാധിക്കാത്തതിനാൽ ആ വിടവിലും പിശാച് നിൽക്കാൻ സാധ്യതയുണ്ട്. ഈ മനുഷ്യന്റെ തലച്ചോറിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് എന്തിനെയൊക്കെയാണ് പരിഹസിച്ചത്? നിങ്ങൾ കാലുകൾ ചേർത്ത് നിൽക്കണേ എന്ന് പറഞ്ഞതിന്റെ ആ വിഷയത്തെ പരിഹസിക്കുന്നു. കാലിന്റെ വിരലുകൾ അടുപ്പിച്ച് നിൽക്കണമെന്ന് പറയുന്നു. അങ്ങനെ നിൽക്കുന്നില്ല എങ്കിൽ അതിനിടയിൽ പിശാച് കയറി നിൽക്കുമെന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ നോക്കൂ, എന്തൊക്കെയാണ് തോളോട് തോൾ ചേർത്തിരുന്നു എന്ന് സ്വഹാബത്ത് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടായിരുന്നു തോള് ചേർത്ത് നിൽക്കണേ എന്ന്. അദ്ദേഹം പറയാണ്,
തോള് ചേർത്ത് നിൽക്കുമ്പോ അങ്ങനെ നിൽക്കുന്നില്ല എങ്കിൽ, അതിനിടയിലൊക്കെ പിശാച് കയറി നിൽക്കുന്നുവെങ്കിൽ 2 പേരുടെ തലയും കൂട്ടി നിൽക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ അതിനിടക്കും പിശാച് വരില്ലേ? അതിങ്ങനെ തല കൂട്ടി നിന്നാൽ തന്നെയും 2 ആളുടെ കഴുത്ത് ഒരിക്കലും യോജിച്ചു നിൽക്കില്ലല്ലോ. അതുകൊണ്ട് അവിടെയും പിശാച് കയറി നിൽക്കില്ലേ? എന്തൊക്കെയാണ് തന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പേരിൽ ഹദീസുകളെ പരിഹസിക്കാൻ നിന്നാൽ ഈ മനുഷ്യന്മാർ എവിടെ എത്തും? എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന്മാരാ ഈ രാജ്യത്ത് വന്നുകൊണ്ട്, ഈ ദമാമിലും ഈ അൽഖോബാറിലും വന്നുകൊണ്ട് സലഫികളായ അറബികളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഹദീസുകളെ നിഷേധിക്കുന്നില്ല, ഞങ്ങൾ ഹദീസുകളെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇവരോടൊന്ന് ചോദിക്കണം, ഈ മനുഷ്യരോടൊന്ന് ചോദിക്കണം. ഈ മനുഷ്യന്മാർ നിങ്ങളുടെ സമീപത്ത് വന്നിട്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടി പണം പിരിക്കുമ്പോ ഹദീസുകളെ ഞങ്ങൾ നിഷേധിക്കുന്നു എന്നത് ഞങ്ങൾക്കെതിരെ പറയുന്ന പച്ചക്കള്ളമാണെന്ന് പറയുമ്പോ ഇവരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ ആളുകളോട് അഥവാ ഈ മടവൂരികളോട് നിങ്ങൾ ചോദിക്കണം, മുത്തഫഖുൻ അലൈഹിയായ എല്ലാ ഹദീസുകളും നിങ്ങളൊന്ന് സ്വീകരിക്കുമോ എന്ന്. നമ്മളിൽപ്പെട്ട പലരും ചോദിക്കാറില്ലേ? അറിയാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹദീസുകളെ പരിഹസിക്കുമ്പോൾ അതിനോടുള്ള വിഷമം കൊണ്ട് സൂചിപ്പിച്ചു പോവുകയാ. പലരും ചോദിക്കാറുണ്ട്, എന്തേ കേരള നേതൃത്വത്തിൽ മുജാഹിദീനും മടവൂരികളും തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമത്തെ വ്യത്യാസം അഖീദാ രംഗത്ത് പോലും വ്യത്യാസമുണ്ട്. അതുപോലെ പഠിച്ചോ, നിസ്സാരമായി മനസ്സിലാക്കാൻ മുത്തഫഖുൻ അലൈഹിയായ എല്ലാ ഹദീസുകളും ലോക മുസ്ലിമീങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മളും അത് സ്വീകരിക്കുന്നു. പക്ഷേ ഈ മനുഷ്യന്മാർ ആ ഹദീസുകൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്, ആ ഹദീസുകളെയാണ് പരിഹസിക്കുന്നത്. ഈ നിലക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ ഹദീസുകളെ പരിഹസിക്കാൻ നടന്നാൽ ഇവരെങ്ങനെ അംഗീകരിക്കും? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ ഖബറിലേക്ക് നാം അവനെ ദഫൻ ചെയ്ത് കഴിഞ്ഞാൽ, മറമാടിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ പിരിഞ്ഞുപോയി ആ സമയത്തുന്നതിന് മുമ്പ് 2 മലക്കുകൾ വന്ന് അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. 3 ചോദ്യങ്ങൾ ചോദിക്കും. ആ ഇരുത്തുമ്പോ ഈ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? ഇരുത്തുമ്പോ അവന്റെ മുകളിൽ വെച്ച മൂടുപലക ഇളകില്ലേ? ആ പലക ഇളകില്ലേ? ആ മണ്ണിളകില്ലേ? എങ്ങനെ ഇരിക്കും? ഹദീസുകളെ നിഷേധിച്ച ആളുകളുമുണ്ട് ഈ കൂട്ടത്തിൽ. അതുപോലെ ഇവര് നിഷേധിക്കുമോ? നിഷേധിക്കാൻ നിന്നാൽ എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കഅബാലയത്തെ നാം തവാഫ് ചെയ്യുന്നു, ചുറ്റുന്നു. എന്ത് നമ്മുടെ ബുദ്ധിക്ക് പ്രാധാന്യമുണ്ടോ? ബുദ്ധിക്ക് ഒരു സ്ഥാനവും അവിടെ ഇല്ല. സഫാ മറുവക്കിടയിൽ സഅയ് നടത്തുന്നു. എന്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മളത് ചെയ്യുന്നു. അവിടെ തന്നെ ആ പച്ച ലൈറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയ ആ താഴ്വരയിൽ പുരുഷന്മാരൊക്കെ ഓടുന്നു. നമ്മൾ ഓടുന്നു. എന്തേ? നമ്മുടെ ബുദ്ധിക്ക് അവിടെ പ്രാധാന്യമില്ല. ഇസ്ലാമിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നാൽ അല്ലേ, എവിടെയാണ് ഈ മനുഷ്യരെത്തുക? നമ്മുടെ ബുദ്ധി. ഇത് വഹിയാണ്, ഇത് വഹിയാണ്. റസൂലുള്ളാഹി പറയുന്നു, സമിഅന വഅതഅന. നമ്മുടെ ബാധ്യത, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞോ, ഇത് സത്യമാണോ, നമ്മൾ അംഗീകരിക്കുന്നു. എത്രയാണ് പ്രിയപ്പെട്ടവരെ കുത്തുന്നത്? ഈ നിലക്കാണ് ഇസ്ലാമിനെതിരെ, ഇസ്ലാമിന്റെ ഹദീസുകൾക്കെതിരെ ഈ ആളുകളൊക്കെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നത്. ഈ മനുഷ്യന് കുറ്റബോധമുണ്ടായിട്ടില്ല, ഇതിനെ തിരുത്താൻ ആളുകളുണ്ടായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാരും ആ വിഭാഗത്തിൽ തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതാണ് സത്യം. എന്നാലും തിരുത്താൻ തയ്യാറല്ല. ആർക്കൊക്കെയോ വേണ്ടി ഈ നിലയിൽ പ്രിയപ്പെട്ടവരെ ഇന്നും നിലനിന്നു പോരുകയാണ്. പ്രിയപ്പെട്ടവരെ, അതല്ല നമ്മുടെ വിഷയം. നാം ഈ സുന്നത്ത് മുറുകെ പിടിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂല് നമ്മോട് നിർദ്ദേശിച്ച ഈ കൽപ്പന നാം അംഗീകരിക്കേണ്ടതുണ്ട്. സഫിലേക്ക് എത്തണം, ഒന്നാമത്തെ സഫിലേക്ക് എത്തണം, അത് പൂർത്തിയാക്കണം. ആ സഫുകൾക്കിടയിൽ തിങ്ങിച്ചേർന്ന് നിന്നുകൊണ്ട് നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽ നമ്മളും പങ്കാളികളാകണം. ആ നിലയിലാണ് നാം അല്ലാഹുവിന്റെ പള്ളിയോട് പാലിക്കേണ്ട മര്യാദകൾ ഒന്ന് എന്തുകൂടി സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം നമുക്ക് വരും ക്ലാസ്സുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നാം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രാവർത്തിക തലങ്ങളിൽ നടപ്പാക്കാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമ്മൾക്ക് നൽകി, നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായതും രഹസ്യമായതും പരസ്യമായതുമായ തെറ്റുകൾ ഗഫൂറും റഹീമുമായ നാഥൻ നമ്മൾക്ക് പൊറുക്കുമാറാകട്ടെ. കടങ്ങളിൽ നിന്നും മറ്റു രോഗങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.
توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.